السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസ പഠന പരമ്പരയിൽ തൗഹീദുൽ ഉലൂഹിയ്യത്തും തൗഹീദുർ റുബൂബിയ്യത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമതായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, പേജ് 119 എന്റെ കയ്യിലുള്ള കിതാബിൽ. PDF തന്നെയാണോ? ഓക്കെ. ജസ്റ്റ് ഒരു ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു. അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക കക്ഷികളും വഴിപഴിച്ചു പോയത് അസ്മാ സിഫാത്ത് വിഷയത്തിലാണ് എന്ന് പറഞ്ഞു. അഹ്ലുസുന്നയുടെ ഒരു അസുൽ നമ്മൾ പറഞ്ഞു. അള്ളാഹു റസൂലും എന്താണോ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് അതുണ്ട്, എന്താണോ ഇല്ല എന്ന് പറഞ്ഞത് അതില്ല. നമ്മുടെ കേവല യുക്തിയും ബുദ്ധിയും വെച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനിക്കാനോ അതിന് വിശദീകരണം നൽകാനോ നിഷേധിക്കാനോ രൂപം പറയാനോ ഉദാഹരണം പറയാനോ ഒന്നും നമ്മൾ മെനക്കെടുകയില്ല. അള്ളാഹും റസൂലും അള്ളാഹിനെ പറ്റി എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അങ്ങനെ തന്നെ ഹക്കാണ്. അവരെന്തൊക്കെ നിഷേധിച്ചുവോ അതില്ല എന്നതും ഹക്കാണ് എന്നതാണ് അഹ്ലുസുന്ന പൊതുവെ സ്വീകരിക്കുന്ന ഒരു അടിസ്ഥാനം നമ്മൾ പറഞ്ഞു. ഈ വിശദമായിട്ട് നമുക്ക് ഇതിൽ പഠിക്കാം. തഖദ്ദമ അൻ ബയ്യന്ന അന്ന തൗഹീദ സലാസത്തു അൻവാഇൻ. ഞാൻ നേരത്തെ പറഞ്ഞു പോയി, തൗഹീദ് 3 ഇനമാണ്. വായിച്ചത് ഇല്ല. തൗഹീദുർ റുബൂബിയ്യത്തി വ തൗഹീദുൽ ഉലൂഹിയ്യത്തി വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അഥവാ റുബൂബിയ്യത്ത് അള്ളാഹുവിന്റെ റബ്ബ് എന്നതുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ അതെല്ലാം അള്ളാഹു ഏകനാണ്. സൃഷ്ടിപ്പ്, സംരക്ഷണം, റിസ്ക് നൽകൽ, ജീവിപ്പിക്കൽ, മരിപ്പിക്കൽ തുടങ്ങിയ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അള്ളാഹു തആല ഏകനാകുന്നു. ഉലൂഹിയത്ത് ഇലാഹാവുക എന്നതുമായി ബന്ധപ്പെട്ടത് റബ്ബും ഖാലിഖും റാസിഖും മുഹീയും മുമീത്തും ഒക്കെ ആരാണോ അവൻ മാത്രമാണ് ഇലാഹാവാൻ യോഗ്യതയുള്ളത്. അതുകൊണ്ട് ഇലാഹിന് സമർപ്പിക്കേണ്ട എല്ലാം ഇലാഹിന് മാത്രം സമർപ്പിക്കണം. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഇലാഹിയത്തുമായി ബന്ധപ്പെട്ട ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ദിവ്യത്വവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുക. അപ്പോ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, ഇബാദത്ത് അർഹത അള്ളാഹുവിന് മാത്രം. അത്തരം തേട്ടങ്ങൾ, സഹായാർത്ഥങ്ങൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, സുജൂദ്, റുക്കൂഅ് തുടങ്ങി എല്ലാ ആരാധനകളും അള്ളാഹു തആല മാത്രമാണ് അർഹിക്കുന്നത്. അവന് മാത്രമാണത് സമർപ്പിക്കാവുന്നത്. തൗഹീദുൽ അസ്മാഉ സിഫാത്ത് എന്ന് പറയുന്ന നാമഗുണ വിശേഷണങ്ങൾ അള്ളാഹു തആല ഏകനാണ്. അസ്മാ പേരുകൾ, നാമങ്ങൾ, സിഫാത്ത് വിശേഷണങ്ങൾ, അത് രണ്ടിനും അള്ളാഹു തആല ഏകനാകുന്നു. അവന്റെ പേര് പോലെ മറ്റൊരാൾക്കും പേരില്ല, അവന്റെ വിശേഷണം പോലെ മറ്റൊരാൾക്കും വിശേഷണങ്ങളില്ല. റബ്ബിന്റെ നാമങ്ങൾ റബ്ബിന് മാത്രം, അവന്റെ സിഫത്തുകൾ അവന് മാത്രം, അതിൽ ആരും അവനോട് പങ്കുചേരുന്നില്ല. ഏത് മനസ്സിലായില്ല? അതല്ല, അത് പറയാൻ പറ്റില്ല. ഖുദ്റത്തുൽ സിഫത്താണ്. ഖുദ്റത്ത് എന്നുള്ള ഒരു സിഫത്താണ്, അതേപോലെ വ്യത്യസ്തമായ സിഫത്തുകൾ. അതെ, അതിന് ദാത്ത് സിഫാത്ത് അഫ്ആൽ, ദാത്തിലെ സത്ത, അതാണ് സത്തയിൽ അള്ളാഹ് ഏകനാണ്. സിഫാത്ത് അവന്റെ പ്രവർത്തനങ്ങൾ അതിൽ അവൻ ഏകനാണ്. സിഫാത്ത് അവന്റെ വിശേഷണങ്ങൾ അതിൽ ഏകനാണ്. അഫ്ആൽ അവന്റെ പ്രവർത്തികൾ അതിൽ അവൻ ഏകനാണ്. അവൻ സൃഷ്ടിക്കും, അവന്റെ പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിയിലും അവൻ ഏകനാണ്. അപ്പൊ അള്ളാഹ് സൃഷ്ടിക്കും പോലെ സൃഷ്ടിക്കുന്നവനില്ല, അള്ളാഹു കാണും പോലെ കാണുന്നവനില്ല, അവൻ കേൾക്കും പോലെ കേൾക്കുന്നവനില്ല, അവന് കേൾവി പോലെ ഒരു കേൾവിയില്ല. സിഫത്ത് റബ്ബിന്റെ കേൾവി പോലെ ഒരു കേൾവിയില്ല, അവന് കാഴ്ച പോലെ ഒരു കാഴ്ച ഇല്ല, അവന് ഇൽമ് പോലെ ഒരു ഇൽമില്ല. അവൻ അലീമാണ്, അവൻ അലീമായതുപോലെ അലീമായ ആരുമില്ല, അവൻ സമീ ആയതുപോലെ സമീ ആയ ആരുമില്ല. അവന്റെ പേരിൽ അവൻ ഏകനാണ്, അവന്റെ പ്രവൃത്തി അവൻ ഏകനാണ്, അവന്റെ സത്തിൽ അവൻ ഏകനാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അള്ളാഹു തആല ഏകനാണ്. അതാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ
ഏതിലുമില്ല, ഒന്നിലുമില്ല. ഇലാഹാവുന്നത് മാത്രമല്ല, റബ്ബുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അവനോട് തുല്യമാകുന്ന ആരും തന്നെ ഇല്ല. മശിയത്ത്, ഇറാദത്ത്, അതേപോലെ ഇൽമ്, ബസർ, ഖുദ്റത്ത് തുടങ്ങി ഏതുമാകട്ടെ, ഹയാത്ത്, കലാമ്, റഹ്മത്ത് തുടങ്ങി ഒന്നിലും അവനെ പോലെ ഒന്നുമില്ല, ആരുമില്ല. അവൻ്റേത് അവൻ്റെ മാത്രം. പടച്ചോനെ പോലെ ഒരു പടപ്പുണ്ടാവില്ല. അതന്നെ അസ്ല വ്യത്യാസമാണല്ലോ. ഒന്ന് പടച്ചോനാണ്, മറ്റൊരു പടപ്പാണ്. ഒന്ന് ഖാലിഖാണ്, മറ്റൊന്ന് മഖ്ലൂഖാണ്. അതന്നെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഖാലിഖോണ്ടും മഖ്ലൂഖ് ഒരിക്കലും തുല്യമാവുകയില്ല. ബേസിക്കലി തന്നെ രണ്ടും രണ്ടേ ആവുള്ളൂ. അതാണ് അസ്ല്. വഖദ് തകല്ലംനാ ഫീമാ സബഖ, മുമ്പ് നാം പറഞ്ഞു, അനിൽ അവ്വലൈനി മിൻഹു, ഇത് രണ്ട് ഇനങ്ങളെ പറ്റി പറഞ്ഞു. അതേതാണ്? വഹുമാ തൗഹീദുർ റുബൂബിയ്യത്തി വതൗഹീദുൽ ഉലൂഹിയ്യത്തി. അത് രണ്ടും നേരത്തെ വിശദമായി പറഞ്ഞു. لأن كل نوع من هذه الأنواع جحده طائفة من البشر. ഈ ഇനങ്ങളിൽ ഓരോന്നും വ്യത്യസ്തമായ സംഘങ്ങൾ നിഷേധിച്ചു പോയിട്ടുണ്ട്. ഉലൂഹിയത്ത് നിഷേധിച്ചവരുണ്ട്, റുബൂബിയത്ത് നിഷേധിച്ചവരുണ്ട്, അസ്മാഉ സിഫാത്ത് നിഷേധിച്ചവരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫതൗഹീദുർ റുബൂബിയ്യ, തൗഹീദുർ റുബൂബിയ്യത്ത് ജഹദഹു അൽ മുഅത്തില, ജഹദഹു നിഷേധിച്ചിരിക്കുന്ന അൽ മുഅത്തില, മുഅത്തിലികൾ. മുഅത്തില എന്ന് പൊതുവായി പറയുന്ന പ്രയോഗമാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അവന്റെ അഫ്ആലുകളെ, അവന്റെ അസ്മാഉകളെ, അവന്റെ ദാത്തിനെ നിഷേധിക്കുന്ന എല്ലാവർക്കും പൊതുവായി പറയാൻ പറ്റിയ പേരാണ് മുഅത്തില. അപ്പൊ അതിൽ ജഹ്മികൾ, ജൈദികൾ, ഖദരികൾ, അതേപോലെ മുഅ്തസിലികൾ, ഒരു പരിധിവരെ അശ്അരികൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ പദപ്രയോഗമാണ് മുഅത്തിലീങ്ങൾ എന്ന് പറയുന്നത്. മുഅത്തില, അതിന് വേണം, അത് അച്ഛനെ പേശക്കായിരിക്കും. മുഅത്തില എന്നാ. അത്വല എന്ന് പറഞ്ഞാല് നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു. അല്ലദീന അൻകറു വുജൂദല്ലാഹ്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച ആളുകൾ മുഅത്തിലീങ്ങൾ. അല്ലാഹ് ഇല്ല, നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞവരും അതിൽപ്പെടും. കദ്ദഹിരിയ്യ, പ്രകൃതിവാദികൾ, വൽ മുലാഹിദ, നിരീശ്വരവാദികൾ, വമിൻഹും അശ്ശൂഇയ്യ ഫി അസ്രിൽ അൽ ഹാദിർ, അതിൽപ്പെട്ടവരാണ് ഈ കാലത്ത് കമ്മ്യൂണിസം, മാർക്സിസം. ദൈവനിഷേധമാണ്, ദൈവമില്ല എന്നാണ് പോലെ ബേസ് തന്നെ. ഇതൊക്കെ അതിന്റെ പൊതുവായ അർത്ഥത്തിൽ വരും. വഇൻകാന ജുഹൂദുഹും ലഹു ഇന്നമാ ഹുവ ഫിൽ ളാഹിരി മുകാബറതൻ മിൻഹും, യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ അവരാ നിഷേധിക്കുന്നത് അഹങ്കാരം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ വഇല്ലാ ഫഹും യുഖിറൂന ബിഹി ഫിൽ ബാത്തിനി വഫി ഖറാറത്തി അൻഫുസിഹിം, അവിടെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അവർക്കും അംഗീകരിച്ചേ പറ്റൂ ഒരു സത്താവുണ്ട് എന്നുള്ളത്. കാരണം ഇത് ലാ യുഖലു വുജൂദു മഖ്ലൂഖിൻ ബിദൂനി ഖാലിഖിൻ, ഒരു ഖാലിഖില്ലാതെ ഒരു മഖ്ലൂഖ് ഉണ്ടാവുക എന്നത് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു വര വരച്ചാൽ നമ്മൾ ആരുടെ വരച്ചു ചോദിക്കില്ലേ പെരിയില്? ചുമൽ ഒരു പെണ്ണോട് വര കണ്ടാല് ഇത് ആരാ വരച്ചത് ചോദിക്കും. കാരണം വരയ്ക്കാൻ ഒരാളില്ലാതെ ഒരു വര അവിടെ ഉണ്ടാവൂല. ഏത് സംഗതി, ഇതേതാ കമ്പനി, ഇതാരുണ്ടാക്കിയത് ചോദിക്കും. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കാതെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല. ഒരു സൃഷ്ടി ഉണ്ടാകണമോ ഒരു സൃഷ്ടാവ് ഉണ്ടായേ പറ്റൂ. ഒരു പ്രവൃത്തി ഉണ്ടാകണമോ പ്രവർത്തിച്ചൊരാൾ ഉണ്ടായേ പറ്റൂ. അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചോനില്ല, ദൈവമില്ല എന്ന് പറഞ്ഞാലും അവനും യഥാർത്ഥ സമ്മതിച്ചേ പറ്റൂ ഇവിടെ സൃഷ്ടാവ് ഉണ്ടായേ പറ്റൂ, ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ പ്രത്യക്ഷ ദൈവം സമ്മതിക്കൂല. ഓന് കിബറ് കൊണ്ടുപോകാൻ പറയും, അങ്ങനെയൊന്നും ഇല്ല, ദൈവമൊന്നുമില്ല, മതൊന്നും വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ അവനും അംഗീകരിച്ചേ പറ്റൂ ഇക്കാര്യം. വൽ ഖിസ്മു സാനി, രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യ ജഹദഹു അക്സറുൽ ഖൽഖി, തൗഹീദ് ഉലൂഹിയത്താണ് സൃഷ്ടികളിൽ മഹാഭൂരിപക്ഷവും നിഷേധിച്ചത്. വഹുവ അല്ലദീ ബഅസല്ലാഹു റസൂലഹു, ആ തൗഹീദുമായിട്ട് അല്ലാഹു റസൂലുമാരെ നിയോഗിച്ചത്. വഅൻസല കുതുബഹു, കിതാബുകൾ അവതരിപ്പിച്ചത്. ബിദ്ദഅവതി ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കാനാണ്, തൗഹീദ് ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കാനാണ് അമ്പിയാക്കൾ വന്നത്. അതിനാണ് കിതാബുകൾ ഇറങ്ങിയത്. വഖദ് ജഹദഹുൽ മുശ്രികൂന, മുശ്രിക്കീങ്ങൾ നിഷേധിച്ചു. ഖദീമൻ വഹദീസൻ, പണ്ടും ഇപ്പോഴും മുശ്രിക്കീങ്ങൾ, ബഹുദൈവാരാധകർ, അവർ നിഷേധിക്കുന്നതൊക്കെ തൗഹീദുൽ ഉലൂഹിയത്താണ്. വജുഹൂദുഹും ലഹു യതമസ്സലു ബിഇബാദത്തിൽ അസ്ജാരി വൽ അഹ്ജാരി വൽ അസ്നാമി വൽ ഖുബൂർ, അവരുടെ നിഷേധം അത് ഇവിടെ പ്രത്യക്ഷത്തിൽ വെളിപ്പെടുന്ന എവിടുന്നാണ്? ബിഇബാദത്തിൽ അസ്ജാർ, മരങ്ങളെ ആരാധിക്കുന്നവർ. അപ്പൊ അവരുടെ വാദം എന്താണ്? ഇബാദത്ത് ഈ മരത്തിലുമാകാം, ഏത് ജാതി ഏത് മതമായിക്കോട്ടെ, ബഹുദൈവ വിശ്വാസികൾ ആരാണെങ്കിലും അവർ മരങ്ങളെ ആരാധിക്കുന്നു. അപ്പൊ അവരുടെ വിശ്വാസം ഖാലിഖ് മാത്രമല്ല, ഇലാഹായിട്ടുള്ളവൻ ഈ മരത്തിലും
ഉലൂഹിയത്തുണ്ട്. ഇലാഹെന്ന് തേടേണ്ടത്, ഇലാഹിനെ കൊടുക്കേണ്ടത് ഈ മരത്തിലും കൊടുക്കാം, ഈ മരത്തിനോട് തേടാം എന്നാണല്ലോ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അവർ മരത്തെ ആരാധിക്കാൻ പോയത്. വൽ അഹ്ജാർ, കല്ലുകളെയും, വൽ അസ്നാം, വിഗ്രഹങ്ങളെയും, വൽ ഖുബൂരി വൽ അദ്രിഹ, ഖബറുകളെയും ദർഗകളെയും ആരാധിക്കുന്നതൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. വഉബ്ബാദു മശായിഖ് സൂഫിയ്യ വത്തുറുഖിയ്യ, സൂഫി ശൈഖുമാരെ, ത്വരീഖത്ത് ശൈഖുമാരെ ആരാധിക്കുന്ന ആളുകൾ അവരും യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. അവരിൽ നിന്ന് നഫ്ഉ, ഉപകാരം ലഭിക്കും, അവർക്ക് ഖൈർ തരാൻ പറ്റും എന്നുള്ള വിശ്വാസം. പുനല്ല പടച്ചറബിന് പുറമെ ഇസ്ലാമി തങ്ങളും മുസ്ലിമീങ്ങളാണ് എന്ന് അവർ വ്യാജമായി അവർ വാദിക്കുന്നു. പക്ഷെ അവരുടെ വിശ്വാസം എന്താണ്? ഈ ഖബറിൽ പോയി തേടിയാലും പല ഉപകാരങ്ങളും കിട്ടും, ഈ ഷെയ്ഖിനടുത്ത് പോയി ഷെയ്ഖിനോട് തേടിയാൽ ആ ഷെയ്ഖ് പലതും ചെയ്തു തരും എന്നുള്ള വിശ്വാസം. അവൻ പറയും ഞാൻ മുസ്ലിമാണെന്ന് പറയും, പക്ഷെ ആ വാദം യഥാർത്ഥത്തിൽ ന്യായമായ വാദമല്ല. മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അതാണ് ഇനി ഇവിടെ പഠിക്കാനുള്ളത്. അവർ ഉദ്ദേശിക്കുന്നത് ഇസ്ബാത മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി ഔ അസ്ബതഹു ലഹു റസൂലുഹു മിൻ സിഫാത്തിൽ കമാൽ. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന ഉദ്ദേശം എന്താണ്? ഇസ്ബാതു മാ അസ്ബതഹു അല്ലാഹു ലിനഫ്സിഹി, അല്ലാഹു തആല തനിക്ക് എന്തെല്ലാം സ്ഥിരപ്പെടുത്തിയോ അതെല്ലാം സ്ഥിരപ്പെടുത്തുക. വ റസൂലുഹു ഔ അസ്ബതഹു ലഹു റസൂലുഹു, അല്ലെങ്കിൽ റസൂൽ നബി അല്ലാഹുക്ക് സ്ഥിരപ്പെടുത്തിയത് മിൻ സിഫാത്തിൽ കമാൽ, കമാലിയത്തിന്റെ വിശേഷണമായി, പരിപൂർണതയുടെ വിശേഷണമായി അള്ളാഹുവിനുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതോ റസൂല് പറഞ്ഞതോ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട് എന്ന് അംഗീകരിക്കുക. പോരായ്മയുടെ, ന്യൂനതയുടെ വിശേഷണമായ എന്തെല്ലാം അള്ളാഹ്ക്ക് ഇല്ല എന്ന് അള്ളാഹ് പറഞ്ഞുവോ ഇല്ലെന്ന് റസൂല് പറഞ്ഞുവോ അത് നിഷേധിക്കുകയും ചെയ്യുക. അതാണ് തൗഹീദുൽ അസ്മാഇ സിഫാത്ത്. അള്ളാഹ്ക്ക് സ്ഥിരപ്പെടുത്തിയ എല്ലാ സിഫാത്തും സിഫാത്തുൽ കമാലിയത്താണ്, പരിപൂർണതയുടെ വിശേഷണങ്ങളാണ്. ഇല്ലെന്ന് പറഞ്ഞതൊക്കെ പോരായ്മകളായിരിക്കും, നഖ്സ്, അതൊരു ന്യൂനതയായിരിക്കും. അപ്പൊ അള്ളാഹും റസൂലും അള്ളാഹ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ നഖ്സുകൾ അതില്ല നമ്മൾ സമ്മതിക്കുന്നു. അള്ളാഹും റസൂലും അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞ സിഫാത്തുൽ കമാൽ അതെല്ലാം ഉണ്ട് എന്ന് നമ്മളും അംഗീകരിക്കുന്നു. അതാണ് തൗഹീദുൽ അസ്മാഇ സിഫാത്ത്. അലാ ഹദ്ദി ഖൗലിഹി തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഇതാണ് അതിന്റെ ഒരു ഹദ്. അസ്മാഇ സിഫാത്തിന്റെ ബൗണ്ടറി എന്താണ്? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവിടെ രണ്ടും വന്നു. അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല അവൻ നിഷേധിച്ചു. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, അവൻ സമീആണ് ബസീറാണ്, അത് സ്ഥാപിച്ചു. അവനെപ്പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പറഞ്ഞു അല്ലാഹ് സമീ അല്ല. കാരണം എന്താണ്? മനുഷ്യൻ സമീആണ്, മനുഷ്യൻ ബസീറാണ്. അപ്പൊ അള്ളാഹിനെ പോലെ ഒന്നുമില്ല എന്നല്ലേ? അപ്പൊ പിന്നെ അള്ളാഹ് സമീ പറയാൻ പറ്റൂല, കാരണം ഇവിടെ മനുഷ്യൻ സമീ അല്ലേ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അള്ളാഹ് രണ്ടും സ്ഥലപ്പെടുത്തി. ഒന്ന് ഇല്ലെന്ന് പറഞ്ഞു, മറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല, അത് നിഷേധമാണ്. എന്നാൽ വഹുവസ് സമീഉൽ ബസീർ, അവൻ സമീആണ് ബസീറാണ്, അത് സ്ഥിരപ്പെടുത്തലാണ്. അവനെപ്പോലെ ഒന്നുമില്ല എന്നാ അള്ളാഹ് സമീ ആണ്. അപ്പൊ അള്ളാഹിനെ പോലെ സമീ പറയണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യൻ സമീ ആയാൽ അള്ളാഹിനെ പോലെ ആകുമോ? ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അപ്പൊ മനുഷ്യൻ സമീ അല്ലേ അള്ളാഹു സമീ അല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. മനുഷ്യൻ സമീ ആണ്, അള്ളാഹു സമീ ആണ്, പക്ഷേ ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല. അപ്പൊ മനുഷ്യന്റെ സമീ വേറെ, അള്ളാഹിന്റെ സമീ വേറെ. മനുഷ്യന്റെ ബസീർ വേറെ, അള്ളാഹിന്റെ ബസീർ വേറെ. മനുഷ്യന്റെ അലീം വേറെ, അള്ളാഹിന്റെ അലീം വേറെ. ലൈസ കമിസ്ലിഹി ഷൈഉൻ. എന്നാ അത് പേടിച്ചിട്ട് അള്ളാഹ് സമീ അല്ല, ബസീർ അല്ല, അലീം അല്ല, ഖദീർ അല്ല എന്ന് പറയണോ? വേണ്ട. വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹ് സമീ ആണ്, അള്ളാഹ് ബസീർ. ഇതാണ് എന്റെ ഹദ്. അസ്മാ സിഫാത്തിന്റെ അടിസ്ഥാനം. അഹ്ലുസുന്ന സ്വീകരിക്കുന്ന അസ്ല് ഈ ആയത്ത ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. വഹാദൽ ഖിസ്മു, ഈ ഇനം, ഏതിനം? അസ്മാ സിഫാത്ത്. ജഹദഹു, അത് നിഷേധിച്ചിരിക്കുന്നു അൽ ജഹ്മിയ്യത്തു, ജഹ്മിയാക്കൾ. വതലാമീദുഹും, അവരുടെ ശിഷ്യന്മാരായി വന്ന മറ്റു ടീമുകളും. ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അനുയായികളാണ് ജഹ്മികൾ എന്നറിയപ്പെടുന്നത്. ജഹ്മിയത്ത്, ജഹ്മിയാക്കൾ.
ഒരു കാലത്ത് വലിയ ശക്തമായ ടീമായിരുന്നു. ഒരുപാട് അഹ്ലുസുന്നയുമായി അവര് വൈജ്ഞാനികമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാർ അവർക്കുണ്ട്. ജഹ്മ ബിൻ സഫ്വാൻ എന്ന് പറയുന്ന മനുഷ്യനാണ് അവരുടെ തുടക്കക്കാരൻ. അതുകൊണ്ട് അയാളിലേക്ക് ചേർത്തിട്ടാണ് ജഹ്മികൾ എന്നറിയപ്പെടുക. ജഹ്മികൾ, ജഹ്മ ബിൻ സഫ്വാന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ ജഹ്മികൾ എന്ന് അവരറിയപ്പെട്ടു. വതലാമീദുഹും, അവരുടെ ശിഷ്യന്മാരും മിനൽ മുഅ്തസിലത്തി വൽ അശാഇറത്തി, മുഅ്തസിലിയാക്കളും അശ്അരികളുമെല്ലാം ഉലക്കുന്നതാണ് ഇതിന്റെ ബാക്കി പിൻഗാമികളാണ്. ജഹ്മ ബിൻ സഫ്വാൻ എന്താണോ പറഞ്ഞത് അതാണ് പിന്നെ പല കോലത്തിലേക്ക് അതിൽ ചില മാറ്റം വരുത്തി നിശ്ചയിച്ച് ചിലത് അംഗീകരിച്ച് ചിലത് നിഷേധിച്ച് ചിലത് വ്യാഖ്യാനിച്ച് ഇതെല്ലാം അസ്ല് പോകുന്നത് ജഹ്മിലേക്കാണ്. അശ്അരിയത്തിന്റെയും അതേപോലെ മുഅ്തസിലിയത്തിന്റെയും എല്ലാം അസ്ൽ ചെന്നെത്തുക ജഹ്മിയത്തിലേക്കാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വഹുവ ഫിൽ ഹഖീഖത്തി ദാഖിലുൻ ഫി തൗഹീദ് റുബൂബിയ്യ, യഥാർത്ഥത്തിൽ അസ്മാഉ സിഫാത്ത് എന്നത് തൗഹീദ് റുബൂബിയ്യത്തിന്റെ ഭാഗമാണ്. കാരണം എന്താ, അല്ലാഹുവിന്റെ ഇസ്മുകൾ പെട്ട ഇസ്മാണത് റബ്ബ്. അപ്പൊ റബ്ബ് അംഗീകരിക്കണമെങ്കിൽ ഖാലിഖ് അംഗീകരിക്കണം, റാസിഖ് അംഗീകരിക്കണം, മുഹിയാണ്, മുമീത്താണ്, മുദബ്ബിറാണ് ഒക്കെ അംഗീകരിക്കണം. അതൊക്കെ അല്ലാഹുവിന്റെ പേരുകളാണ്. ആ പേര് അല്ലാഹു ഏകനാണ്. അത് ഈ അർത്ഥത്തിലല്ല, കാരണം മറ്റു പല അർത്ഥങ്ങളിലും ഇവിടെ ഖാലിഖുകളുണ്ട്. മാത്രമല്ല അവിടെ ഖാലിഖ് യഥാർത്ഥത്തിൽ മുസവ്വിർ എന്ന അർത്ഥമാണ്, രൂപകൽപ്പന ചെയ്യുന്നവൻ. ഖലഖ എന്നുള്ള വാക്ക് വ്യത്യസ്തമായ അർത്ഥം ഉപയോഗിക്കും. ഖലഖ് സൃഷ്ടിച്ചു മാത്രം അർത്ഥം, കെട്ടിച്ചമച്ചുണ്ടാക്കിയ അർത്ഥമുണ്ട്. ഖലഖ എന്നുള്ളതിന് രൂപകൽപ്പന ചെയ്തു എന്നർത്ഥമുണ്ട്, സൃഷ്ടിച്ചു എന്നർത്ഥമുണ്ട്. അപ്പൊ പല അർത്ഥം ഉപയോഗിക്കുന്ന വാക്കാണ് ഖലഖ എന്ന പദം. അപ്പൊ അതെല്ലാം പരിഗണിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രയോഗം വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അസ്മാഉ സിഫാത്ത് തൗഹീദ് റുബൂബിയ്യത്ത് തൗഹീദ് തന്നെയാണ്. കാരണം ഖാലിഖ് എന്ന ഇസ്മിൽ അല്ലാഹു ഏകനാണ്, റബ്ബ് എന്ന ഇസ്മിൽ അല്ലാഹു ഏകനാണ്, റാസിഖ് എന്ന ഇസ്മിൽ അല്ലാഹു ഏകനാണ്, മുദബ്ബിർ എന്ന ഇസ്മിൽ അല്ലാഹു ഏകനാണ്, മുഹ്യി മുമീത്ത് അതിൽ അല്ലാഹു ഏകനാണ്. ഇതല്ലേ റുബൂബിയ്യത്ത്. റബ്ബാവുക റുബൂബിയ്യത്ത്, അത് അല്ലാഹു ഏകനാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി, റബ്ബ് എന്ന ഇസ്മ അല്ലാഹ്ക്കേ ഉള്ളൂ, ഖാലിഖ് എന്ന ഇസ്മ അല്ലാഹ്ക്കേ ഉള്ളൂ. അപ്പൊ ഇത് വേറെ ഇനമാക്കി പറയണമെന്നില്ല. യഥാർത്ഥത്തിൽ തൗഹീദ് അസ്മാഇ സിഫാത്ത് തൗഹീദ് റുബൂബിയ്യത്തിന്റെ ഭാഗമായി വരും. പിന്നെ എന്തുകൊണ്ട് വേറെ പറഞ്ഞു? ഇതിൽ ചില വ്യതിയാനങ്ങൾ പിൽക്കാലത്ത് വന്നു. അപ്പൊ അത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്നു. ഇപ്പൊ നബിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ വേർതിരിച്ച് പഠിപ്പിച്ചേക്കണോ? ഇല്ല. അന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞാല് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ വേറെ വിഷയമില്ല. പിന്നെ അതിൽ പുതിയ പുതിയ നിഷേധങ്ങൾ വരുമ്പോ ആ ഭാഗം ഒന്നുകൂടെ ഊന്നി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അതാ. അപ്പൊ എന്തുകൊണ്ട് ഇത് വന്നു? ലാകിൻ ലമ്മാ കസറ മുൻകിറൂഹു, ഇത് നിഷേധിക്കുന്ന ആളുകൾ അധികമായി വന്നു. ജഹ്മികൾ തുടങ്ങി. ജഹ്മ സുഫന ആരംഭിച്ചു, പിന്നെ ജഅദ് ബിൻ ദിർഹം വന്നു, പിന്നെ അവിടുന്ന് കണ്ട് ബാക്കി ഓരോരുത്തർ അത് ഏറ്റെടുത്തു. വ്യത്യസ്തമായ സംഘങ്ങളായി പിരിഞ്ഞു. ആ സംഘങ്ങളെല്ലാം നിഷേധിച്ചതും വ്യാഖ്യാനിച്ചതും അസ്മാഉ സിഫാത്തിനെയാണ്. ഒരു പറയും ഖൽഖ് അല്ലാഹ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, സൃഷ്ടിപ്പ് അല്ലാഹ് മാത്രമേ ഉള്ളൂ. പക്ഷേ നാമങ്ങൾ അല്ലാഹ് ഏകനല്ല, അല്ലെ അള്ളാഹ്ക്ക് നാമങ്ങളില്ല, അള്ളാഹ്ക്ക് വിശേഷങ്ങളില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ വന്നു. ആ വാദം വന്നപ്പോൾ ഇതുമായി ചുറ്റിപ്പറ്റി കുറെ ആശയക്കുഴപ്പങ്ങൾ അവർ പടച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ആയപ്പോൾ അത് പ്രത്യേകം ചർച്ച ചെയ്യപ്പെട്ടു, അത് മാത്രമായി ചർച്ച ചെയ്യേണ്ടി വന്നു. അത് സ്വതന്ത്രമായ ഒരു കിസ്മാക്കപ്പെടുകയും ചെയ്തു. ധാരാളം ഗ്രന്ഥങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മാത്രം രചിക്കപ്പെടുകയും ചെയ്തു. അതിന് മുമ്പ് ആവശ്യമില്ല. അസ്മാഉ സിഫാത്തിന് കുറെ ആശയക്കുഴപ്പം പുതിയ ഉണ്ടാക്കി. അല്ലെങ്ങനെ ഖാലിഖാക, അല്ലെങ്ങനെ റാസിഖാക, അല്ലെങ്ങനെ മുഹിയാവ, അല്ലാഹ്ക്ക് എങ്ങനെ സം എന്ന് പറയാ, അല്ലാഹ്ക്ക് എങ്ങനെ ബസർ എന്ന് പറയാ, തുടങ്ങി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ സമൂഹത്തിലുണ്ടായി. അപ്പൊ അതിൽ മാത്രം കിതാബ് എഴുതേണ്ടി വന്നു. അത് ഏത് വിഷയം അങ്ങനെ തന്നെയാണ്, ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെ വ്യക്തത പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ വിഷയത്തിന് മാത്രം പുസ്തകങ്ങൾ എഴുതേണ്ടി വരും. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് രചിച്ചു റദ്ദഹു അൽ മശ്ഹൂർ അലൽ ജഹ്മിയ്യ, ജഹ്മികൾക്കെതിരെയുള്ള ഖണ്ഡനം ഇമാം അഹ്മദ് കിതാബ് എഴുതി. അർ-റദ്ദു അലൽ ജഹ്മിയ്യ ഇമാം അഹ്മദ് അറിയപ്പെട്ട കിതാബാണ്. അർ-റദ്ദു അലൽ ജഹ്മിയ്യ, ജഹ്മികൾക്ക് ഖണ്ഡനം. അപ്പൊ ജഹ്മികളെ വാദം നിരത്തും, അതിന് മറുപടി പറയും.
അഹ്ലുസുന്നയുടെ അസ്ലു പറയും. ഏത് വിഷയത്തില്? അസ്മാഉ സിഫാത്തില്. ഒരു ഫിത്നണ്ടാക്കിയതൊക്കെ അസ്മാഉ സിഫാത്തിലാണ്. വഅല്ലഫ ഇബ്നുഹു അബ്ദുല്ല, ഇമാം അഹ്മദിന്റെ മകൻ അബ്ദുല്ല രചിച്ചു കിതാബ് അസ്സുന്ന. അസ്സുന്ന എന്ന കിതാബ്, അസ്സുന്ന അഖീദ കിതാബാണ്. ഇമാം അഹ്മദിന്റെ മകൻ അബ്ദുള്ളയാണ് രചയിതാവ്. വഅല്ലഫ അബ്ദുൽ അസീസ് അൽ കിനാനി കിതാബ് അൽ ഹൈദ. അബ്ദുൽ അസീസ് അൽ കിനാനി അദ്ദേഹം അൽ ഹൈദത്തു വൽ ഇഅ്തിദാർ ഫി റദ്ദി അലാ ബിശ്റിൽ മിദീസി, അന്നത്തെ അറിയപ്പെട്ട മുഅ്തസിലി നേതാവാണ് ബിശ്റിൽ മിദീസി. അയാൾ വലിയ വാക്മിയായിരുന്നു, വലിയ രചയിതാവായിരുന്നു. ബിശ്റിൽ മിദീസി ആദ്യകാലത്ത് ശരിയായ റൂട്ടിലായിരുന്നു. മുഹദ്ദിസാണ്, ഫഖീഹാണ്, വലിയ ആലിമാണ്. സുഫിയാൻ ഇബ്നു ഉയൈനയെ പോലുള്ള മഹാപണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ച ആളാണ്. പിന്നീട് അയാള് ഈ മുഅ്തസിലിയത്തുമായി സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ അയാൾ മുഅ്തസിലിയായിട്ട് മാറി. 40 കൊല്ലത്തോളം മുഅ്തസിലികൾക്ക് വേണ്ടി പിന്നെ പണിയെടുത്തു. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 40 കൊല്ലം മുഅ്തസിലികൾക്ക് വേണ്ടി പണിയെടുത്തതാണ് ബിശ്റിൽ മിദീസി. വലിയ ശല്യമായി മാറി. അഹ്ലുസുന്നയുമായി എവിടെയും തർക്കങ്ങളും ബഹളങ്ങളും സംവാദങ്ങളും അയാളെ ഗ്രന്ഥങ്ങളും എല്ലാം ആയിക്കൊണ്ട് അഹ്ലുസുന്നക്കെതിരെ ഒരു കാര്യമായ പണിയെടുത്ത മനുഷ്യനാണ് ബിശ്റിൽ മിദീസി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. അയാൾക്കെതിരെ മാത്രം ഒരുപാട് കിതാബുകളാക്കാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിശ്റിൽ മിദീസിയുടെ വാദങ്ങൾക്കെതിരായി മാത്രം ഖണ്ഡന ഗ്രന്ഥങ്ങൾ അന്ന് എഴുതപ്പെട്ടു. അന്ന് ഈ ബിശ്റിൽ മിദീസിയുമായി ഖലീഫ ഹാറൂൻ റഷീദിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സംവാദം നടത്തിയാലാണ് ഈ അബ്ദുൽ അസീസ് കിനാനി. അബ്ദുൽ അസീസ് കിനാനി ബിശ്റിൽ മിദീസിയുമായി നേരിട്ട് സംവദിച്ചു ഖലീഫയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട്. ആ സംവാദത്തിന്റെ ചരിത്രമാണ് കിതാബ്. അദ്ദേഹത്തിന്റെ ആ സംവാദം അതേപടി പിന്നീട് ഗ്രന്ഥമാക്കി. അതാണ് അൽ ഹൈദത്തു വൽ ഇഅ്തിദാർ. അൽ ഹൈദത്തു വൽ ഇഅ്തിദാർ എന്ന പേരിൽ അദ്ദേഹം കിതാബ് എഴുതി. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ട് 200-കൾ ബഗ്ദാദ്. ഫിർ റദ്ദി അലാ ബിശ്റിൽ മിദീസി, ബിശ്റിൽ മിദീസിക്കുള്ള ഖണ്ഡനമായിക്കൊണ്ട്. ആണെങ്കിലും ഇവരെ സ്വാധീനം ഉണ്ടായിരുന്നു, മുഅ്തസിലി സ്വാധീനം ഉണ്ടായിരുന്നു. ശേഷം ഖലീഫ മഅ്മൂൻ വന്നു. മഅ്മൂൻ കുറച്ചുകൂടെ മുഅ്തസിലി ആശയത്തേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങിയ ആളായിരുന്നു. വഅല്ലഫ അബൂ അബ്ദുല്ല അൽ മിർവസി കിതാബ് അസ്സുന്ന. ഇമാം അബൂ അബ്ദുല്ല അൽ മിർവസി അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതി അസ്സുന്ന. വഅല്ലഫ ഉസ്മാൻ ഇബ്നു സഈദ് കിതാബ് റദ്ദി അലാ ബിശ്റിൽ മിദീസി. ഉസ്മാൻ ഇബ്നു സഈദ് അദ്ദാരിമി അദ്ദേഹം അർ-റദ്ദു അലാ ബിശ്റിൽ മിദീസി, ബിശ്റിൽ മിദീസിക്കുള്ള ഖണ്ഡനം എന്ന പേരിൽ അദ്ദേഹം പ്രത്യേകമായി കിതാബ് എഴുതി. വഅല്ലഫ ഇമാമുൽ അഇമ്മ മുഹമ്മദ് ഇബ്നു ഖുസൈമ കിതാബ് അത്ത്-തൗഹീദ്. ഇബ്നു ഖുസൈമ എന്നറിയപ്പെടുന്ന അന്നത്തെ വലിയ അഹ്ലുസുന്ന പണ്ഡിതനാണ് ഇബ്നു ഖുസൈമ. അദ്ദേഹത്തിന്റെ അത്ത്-തൗഹീദ് വ ഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജല്ല എന്ന കിതാബ്. അത്ത്-തൗഹീദ് വ ഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജൽ. ആ കിതാബിലെ മുഴുവൻ ചർച്ചയും അല്ലാഹുവിന്റെ സിഫാത്താണ്. കിതാബ് തൗഹീദ് എന്ന പേര്, പക്ഷെ അതിലെ മുഴുവൻ ചർച്ചകളും അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ടാണ്. വഅല്ലഫ ഗൈറു ഹഉലാഇ, ഇവരല്ലാത്തവരും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. കശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വതിൽമീദിഹി ഇബ്നു ഖയ്യിം. ഇബ്നു തൈമിയ്യയെ പോലെ ഇബ്നു ഖയ്യിമിനെ പോലെ ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ അഖീദ പഠിപ്പിക്കാൻ, അസ്മാ സിഫാത്ത് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം കിതാബുകൾ തന്നെ എഴുതുകയുണ്ടായി. ഹഉലാഇ മിമ്മൻ ജഅ ബഅദഹും വസാറ അലാ നഹ്ജിഹിം. ഇവരൊക്കെ അവർക്ക് ശേഷം വന്നവരാണ്. ഈ പറഞ്ഞ ഇബ്നു ഖുസൈമക്കും അതേപോലെ ഇമാം ദാരിമിക്കും അതുപോലെ ഇമാം അഹ്മദിനും എല്ലാം ശേഷം വന്ന ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം പോലുള്ള ആളുകൾ ഫലില്ലാഹിൽ ഹംദു വൽ മിന്ന അലാ ബയാനിൽ ഹഖ് വദഹ്ദിൽ ബാത്തിൽ. എല്ലാ കാലത്തും ഹഖ് വിശദീകരിക്കാനും ബാത്തിലിനെ തകർക്കാനുമായി അല്ലാഹു തആല ഓരോ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചു. അവനുണ്ടാകുന്ന സർവസ്തുതിയും. അവിടെ നമുക്ക് അഖീദ കൃത്യമായി കിട്ടി. ഇവിടെ അന്ന് എഴുതിച്ചുകൊണ്ട് വ്യതിയാനങ്ങളും മനസ്സിലായി, ശരിയായതും മനസ്സിലായി. മറ്റേ അതൊന്നും കഴിഞ്ഞു പോയി എവിടെ രേഖയില്ലെങ്കിൽ നമുക്കതറിയില്ലല്ലോ. അപ്പൊ ഇത് ജഹ്മികളുടെ വിശ്വാസം എന്താണ്? കറക്റ്റ് നമുക്ക് ഇന്ന് കിട്ടും. ജാഹിദികളുടെ വിശ്വാസം എന്താണ്? മുഅ്തസിലി വിശ്വാസം എന്താണ്? ഇന്ന് കിട്ടും. എങ്ങനെ കിട്ടുന്നത്? ഓരോ കിതാബ് വായിക്കാൻ പോയിട്ടല്ല, അഹ്ലുസുന്ന കിതാബ് വായിച്ചാൽ കിട്ടും. അവരിങ്ങനെ വാദിക്കുന്നു, അത് ശരിയല്ല, മറുപടി പറയും. അവരുമായി സംവാദങ്ങൾ അതേപടി രേഖപ്പെട്ട് കിടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി സിഫാത്ത് നിഷേധിച്ചതായി അറിയപ്പെട്ടവർ അറേബ്യൻ മുശ്രിക്കീങ്ങൾ ചിലരാണ്. അല്ലാഹുവിന്റെ സിഫത്ത് നിഷേധിച്ച ആദ്യക്കാർ. الذي أنزل الله فيهم قوله كذلك أرسلناك في أمة قد خلت من قبلها لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن. അവർ റഹ്മാനെ
നിഷേധിക്കുന്നു എന്നുള്ള ഖുർആനിൽ പറഞ്ഞു. മക്കയിലെ അറബികൾ മുസ്ലിങ്ങൾ ചിലരൊക്കെ അല്ലാഹ് റഹ്മാനെ സമ്മതിച്ചില്ല. അല്ലാഹ് റഹ്മാൻ അല്ല എന്നൊരു വാദം. റഹ്മാനാണെങ്കിൽ പിന്നെ ഇടയിൽ ആളാവശ്യമില്ല എന്നവര് പറഞ്ഞത്. അല്ലാഹ് റഹ്മാനാണെങ്കിൽ പരമകാരുണികനാണെങ്കിൽ പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആള് വേണ്ട. അല്ലാഹ് റഹ്മാൻ അല്ല. ഓര് അത് നിശ്ചയിച്ചിട്ടാണ് ഇടയിൽ ആളെ വെച്ചത്. നമ്മൾ റഹ്മാനെ സമ്മതിച്ചിട്ടാണ് ഇടയിൽ ആളെ വെക്കുന്നത്. നമ്മളായിട്ട് അല്ലാഹ് റഹ്മാനാന്നും അർഹമുറാഹിമിനാൻ പറയും. ഇന്നലെ അർഹമുറാഹിമിനാ റബ്ബേ മൊയ്തീൻ ശൈഖിന്റെ അക്കൗണ്ട് എന്ന് പറയും. രണ്ടു വെക്കൂല. അർഹമുറാഹിമീനാണെങ്കിൽ പിന്നെ ഇടയിൽ ആള് വേണ്ട, എപ്പോ ചെന്നാലും സ്വീകരിക്കുന്നവനാണ്. ഇടയിൽ ആള് വേണമെങ്കിലോ ആരാ ശരിക്കും അർഹമ്? മൊയ്തീൻ ശൈഖാണോ അള്ളയാണോ? മൊയ്തീൻ ശൈഖല്ലേ. അള്ളാഹോട് ചോദിച്ചാൽ കിട്ടൂല. അപ്പൊ മൊയ്തീൻ ശൈഖ് നിങ്ങളൊന്ന് പോയിട്ട് പറയും. അപ്പൊ നമുക്ക് കൂടുതൽ റഹ്മത്ത് എവിടുന്ന കിട്ടുന്നത്? ആ വാദപ്രകാരം മൊയ്തീൻ ശൈഖ് എപ്പോഴും പറയാ, പ്രശ്നമില്ല, എപ്പോഴും പറയാ. മൂപ്പര് അവിടെ പോയി കണ്ട് പറഞ്ഞോളും. അള്ളാഹോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ലേ ഇതിന് മറുവശം. അപ്പം അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ തെറ്റായ തവസ്സുൽ സ്ഥാപിക്കാൻ വേണ്ടി റഹ്മാൻ എന്നതിനെ അവർ നിഷേധിച്ചു. വസബബു നുസൂലി ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങാൻ കാരണം അന്ന ഖുറൈശൻ ലമ്മാ സമിഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുർ റഹ്മാൻ അൻകറു ദാലിക, നബി തങ്ങൾ റഹ്മാനെ പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ അവർ അത് നിഷേധിച്ചു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അള്ളാഹു റസൂൽ യാ റഹ്മാൻ എന്ന് വിളിച്ചപ്പോ എന്താ മുഹമ്മദ് അദ്ദേഹം പറഞ്ഞ അള്ളാഹിനെ വിളിക്കാനാ, ഇപ്പൊ അതാ റഹ്മാനെ വിളിക്കണതാണ്. അപ്പോഴാ അള്ളാഹ് ഈ ആയത്ത് ഇറക്കിയത്. ഇബ്നു ജരീർ, ഇമാം ഇബ്നു ജരീർ തുബരി പറയുന്നു, അന്ന ദാലിക കാന ഫീ സുൽഹിൽ ഹുദൈബിയ്യ, അത് ഹുദൈബിയ്യ സന്ധിയിലായിരുന്നു ആ സംഭവം. ഹീന കതബൽ കാതിബു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹുദൈബിയ്യ സന്ധി എഴുതാണല്ലോ. അപ്പൊ നബി തങ്ങളുടെ ഭാഗത്തുനിന്ന് എഴുതുന്ന ആള് എന്ത് എഴുതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി. അപ്പൊ കാലത്ത് ഖുറൈശികൾ പറഞ്ഞു അമ്മർ റഹ്മാൻ ഫലാ നഅരിഫു, റഹ്മാനെ എനിക്കറിയില്ല. അത് പറ്റും, അള്ളാഹിനെ എനിക്കറിയാം, റഹ്മാനെ എനിക്കറിയില്ല, അതുകൊണ്ട് റഹ്മാൻ വെട്ടണം എന്ന് പറഞ്ഞു. നബി പറഞ്ഞു വെട്ടിക്കോന്ന്. അങ്ങനെയാണ് ബിസ്മില്ല ബിസ്മിക അല്ലാഹുമ്മ എന്ന്, അള്ളാഹുവേ നിന്റെ നാമത്തിൽ എന്ന് എഴുതാൻ പറഞ്ഞു. നബി വെട്ടിക്കളർന്ന്. അങ്ങനെയാണ് റഹ്മാൻ എന്നുള്ള വെട്ടി നബി സന്ധി നടക്കാൻ വേണ്ടി തൽക്കാലം മുൽക്ക് സമ്മതിച്ചു കൊടുത്തത്. പിന്നെ അള്ളാഹു റസൂലായ മുഹമ്മദും ഖുറൈശികൾ തമ്മിലാക്കി കരാർ എന്ന് എഴുതിയപ്പോലൊന്നും അത് പറ്റൂല. മുഹമ്മദ് അള്ളാഹു റസൂലെ സമ്മതിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ തർക്കില്ലല്ലോ, തർക്കിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നീ റസൂൽ അല്ലാതെ ഞങ്ങളെ വാദം, നീ റസൂലായിട്ട് ഞങ്ങൾ ഒപ്പിട്ടാൽ അതിനർത്ഥം ഞങ്ങൾ സമ്മതിച്ചു എന്നല്ലേ. അള്ളാഹു റസൂലിനോട് ഞങ്ങൾക്ക് തർക്കിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതുകൊണ്ട് അത് വെട്ടണം. അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് എഴുതിക്കോൻ നബി ആയിക്കോട്ടെ വെട്ടിക്കള് പറഞ്ഞു. അപ്പോൾ ഉമർ ഖത്താബ് എന്തിനാ നബിയെ നമ്മളിങ്ങനെ താന്നു കൊടുക്കുന്നത്, പോയി പണിവെക്കാൻ പറയും, നിങ്ങൾ വരി, നമുക്കാണ് ഇറക്കിക്കൂടെ അയച്ചത്. ഉമർ ഖത്താബ് നബി ആയിക്കോട്ടെ, ഞാൻ അള്ളാഹു റസൂലാണ്, എനിക്കറിയാം, ഇതിൽ കുറെ ഖൈറുകൾ വരാനുണ്ട് എന്ന് പറഞ്ഞൊക്കെ അവിടെയാണ്. അപ്പൊ റഹ്മാൻ എന്നൊരു സമ്മതിച്ചില്ല. ഓരോ കണക്ക് റഹ്മാൻ ഉണ്ട്. പിന്നെ യമാമയിൽ മുസൈലിമിന്റെ പേര് റഹ്മാൻ എന്നായിരുന്നു. അത് ചില റിപ്പോർട്ടുകൾ അവർ പറഞ്ഞു. എനിക്ക് ആകെ പരിചയമുള്ള റഹ്മാൻ യമാമയിൽ റഹ്മാനാണ്, അല്ലാത്ത റഹ്മാൻ എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞതും കാണാൻ കഴിയും. ഇബ്നു ജരീർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, അൻ ഇബ്നു അബ്ബാസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ വാഹിദൻ യഖൂൽ യാ റഹ്മാനു യാ റഹീം, നബി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ യാ റഹ്മാനു യാ റഹീം എന്നിങ്ങനെ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഫഖാല മുശ്രികൂൻ, അപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു ഹാദാ യസ്ഉമു അന്നഹു യദ്ഉ വാഹിദൻ വഹുവ യദ്ഉ മുസന്നൻ, ഇയാളല്ലേ പറഞ്ഞു ഏകനായ അള്ളാഹിനെ വിളിക്കുന്നത്, ഇപ്പൊ രണ്ടെണ്ണത്തിനെ വിളിക്കണു, റഹ്മാനുണ്ട് റഹീമും ഉണ്ട്. ഇതുവരെ പറഞ്ഞത് ഒറ്റ അല്ലാഹ് മദീനാണ്, ഇപ്പതാ ഓന്തനെ വിളിക്കണത് യാ റഹ്മാൻ യാ റഹീം എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹ് ആയത്തിറക്കി ഖുൽ ഇദ്ഉല്ലാഹ അബിദുർ റഹ്മാൻ അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ, നിങ്ങൾ അല്ലാഹ് എന്ന് വിളിച്ചുകൊള്ളുക, അബിദുർ റഹ്മാൻ അയ്യോ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക, അയ്യമ്മാ തദഉ അതിൽ ഏത് വിളിച്ചാലും ശരി, ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ അവന് ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. അപ്പൊ അള്ളാഹും അള്ളാഹിന്റെ പേരാണ്, റഹ്മാനും അള്ളാഹിന്റെ പേരാണ്, അതിൽ ഏത് വിളിച്ചാലും പ്രശ്നമില്ല എന്ന് അള്ളാഹു തആല അതിന് മറുപടിയായിക്കൊണ്ട് വചനമിറക്കി. وقال تعالى في سورة الفرقان وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن, അവരോട് പറയപ്പെട്ടാൽ റഹ്മാന് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഖാലു അവർ ചോദിക്കും വമർ റഹ്മാൻ, ഏതാ റഹ്മാൻ എന്നവർ ചോദിക്കുമായിരുന്നു. അപ്പൊ ഇതാണ് സിഫാത്ത് നിഷേധത്തിന്റെ തുടക്കം. റബ്ബിന്റെ സിഫത്തുകളെ, അവരുടെ നാമങ്ങളെ നിഷേധിച്ചുകൊണ്ട് തുടങ്ങിയത് മക്കയിലെ അറബികളാണ്, മുശ്രിക്കുകളാണ്. ഫഹാ ഉലായി, ഇക്കൂട്ടർ ആര്? ഈ നിഷേധിച്ച അറബികൾ
ഹും സലഫുൽ ജഹ്മിയ്യതി, അവരാണ് ജഹ്മിയാക്കളുടെ മുൻഗാമികൾ. വൽ അശാഇറതി, അശ്അരികളുടെയും മുൻഗാമികൾ അവരാകുന്നു. ഫി ഇൻകാരി അസ്മാഇല്ലാഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത് നിഷേധിക്കുന്നതിൽ മുൻഗാമികൾ അവരാണ്. ഓരോണ് അത് നിഷേധിച്ചത്. പിന്നെയാണ് ഇവർക്കെത്തിയത് വബിഇസ സലഫു ലിബിഇസൽ ഖലഫ്, ഏറ്റവും മോശപ്പെട്ട പിൻഗാമികൾക്ക് ഏറ്റവും മോശപ്പെട്ട മുൻഗാമികൾ. അഹ്ലുസുന്നഹ് തിരിച്ചു പറയലുണ്ട്, നിഅമ സലഫ് ലിനിഅമൽ ഖലഫ് എന്നാണ് അഹ്ലുസുന്നഹയെ പറ്റി പറയാം. ഏറ്റവും നല്ല പിൻഗാമികൾക്ക് ഏറ്റവും നല്ല മുൻഗാമികൾ. ഇവർ തിരിച്ചാണ്, ബിഇസ സലഫ് ലിബിഇസൽ ഖലഫ്, ദുഷിച്ച പിൻഗാമികൾക്ക് ദുഷിച്ച മുൻഗാമികൾ. അഫതത്തഖിദൂനഹു ദുർരിയത ഔലിയാ മിൻ ദൂനി വഹും ലക്കും അദു ബിഇസൽ ളാലിമീന ബദല. അത് ഇത് ബന്ധപ്പെട്ടതല്ല, പിശാചിനെ സ്വീകരിക്കുക മനുഷ്യമായിട്ട് അള്ളാഹുവാണ്. അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ശൈത്താനെ സ്വീകരിക്കുകയാണോ? ബിഇസൽ ളാലിമീന ബദല, അക്രമികൾക്ക് എത്ര മോശപ്പെട്ട ബദലാണ് കിട്ടിയത്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ സ്വീകരിക്കുമ്പോൾ അല്ലാത്തൊരു ശൈത്താനെ സ്വീകരിക്കുന്നു, എത്ര മോശപ്പെട്ട ബദലാണ് അവർക്ക് എന്നതുപോലെയാണ് ഇത്. ഏറ്റവും മോശപ്പെട്ട മുൻഗാമികളാണ് ഇവർക്കുള്ളത്. അമ്മർ റുസുലു വഅത്ബാഉഹും, എന്നാ പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും ഖുസൂസൻ ഖാതമഹും മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശിഷ്യ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസഹാബതഹു അൽ കിറാം, നബിയുടെ സ്വഹാബിമാരും, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയവരും, വഹും യസിഫൂന അല്ലാഹ, അവർ അല്ലാഹുവിനെ വിശേഷിപ്പിക്കുന്നു, ബിമാ വസഫ ബിഹി നഫ്സഹു, അല്ലാഹു അല്ലാഹുവിനെ പറ്റി എന്താണോ വിശേഷിപ്പിച്ചത് അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചത്, അതാ സ്വഹാബത്ത് അംഗീകരിച്ചത്, അതാണ് താബിഈങ്ങൾ അംഗീകരിച്ചത്. അള്ളാഹിനെ പറ്റി പറഞ്ഞ ഒന്നിന് പിന്നെ ഓല വക അത് പറയാൻ പറ്റൂല ഇത് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. വയുംഫൂന അൻഹു മാ നഫാഹു അൻ നഫ്സിഹി, അള്ളാഹിനെ പറ്റി എന്തൊക്കെ നിഷേധിച്ചുവോ അത് അവരൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്നു. വയുൻകിറൂന അലാ മൻ യുഖാലിഫു ഹാദൽ മൻഹജ, ഈ മൻഹജ് ഈ രീതിശാസ്ത്രത്തെ എതിർക്കുന്നവരെ, അതിനെതിരായി നിൽക്കുന്നവരെ അവർ എതിർക്കുകയും ചെയ്യുന്നു. അതാണ് അഹ്ലുസുന്ന. അള്ളാഹിനെ പറ്റി അള്ളാഹു എന്തൊക്കെ സ്ഥിരപ്പെടുത്തിയോ അത് അംഗീകരിക്കുന്നവർ, അള്ളാഹിനെ പറ്റി അത് എന്തെല്ലാം ഇല്ലെന്ന് പറഞ്ഞുവോ അത് ഇല്ലെന്ന് പറയുന്നവർ, അതിനെതിരായി ആരൊക്കെ പറയുന്നുവോ അവരെ എതിർക്കുകയും ചെയ്യുന്നവർ, അതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഫഖദ് റവ അബ്ദുർ റസാഖ് അൻ മഅ്മർ അൻ തൗഊസ് അൻ അബീഹി അൻ ഇബ്നു അബ്ബാസ്, ഇമാം അബ്ദുർ റസാഖ് ഉദ്ധരിക്കുന്നു. അബ്ദുർ റസാഖ് സുൻആനി ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അറിയപ്പെട്ട കിതാബാണ് മുസന്നഫ് അബ്ദുർ റസാഖ്. ഇമാം ബുഖാരി ധാരാളം ഹദീസ് ഉദ്ധരിച്ചത് ഈ അബ്ദുർ റസാഖിൽ നിന്നാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, അൻ മഅ്മരിൻ അൻ തൗഊസ് അൻ അബീഹി, അബ്ദുർ റസാഖിനോട് ഇമാം മഅ്മർ പറഞ്ഞു, മഅ്മറിനോട് ഇമാം തൗഊസ് പറഞ്ഞു, തൗഊസ് തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചു, അദ്ദേഹം അൻ ഇബ്നു അബ്ബാസിൽ നിന്ന്, അന്നഹു റഅ റജുലൻ, ഇബ്നു അബ്ബാസ് ഒരു മനുഷ്യനെ കണ്ടു, ഇൻതഫള ലമ്മാ സമിഅ ഹദീസൻ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിഫാത്തി ഇസ്തിൻകാറൻ ലിദാലിക, അല്ലാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട ഹദീസ് ഇബ്നു അബ്ബാസ് ക്ലാസ് പറഞ്ഞു. ഇബ്നു അബ്ബാസിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരു ഹദീസ് പറഞ്ഞു, അതായത് നരകത്തെ പറ്റി പരാമർശിക്കുന്ന ഹദീസ്. നരകത്തിലേക്ക് അല്ലാഹു തആല ഓരോ വിഭാഗത്തിനെ ഇടുമ്പോഴും നരകം ചോദിക്കും, ഹൽ മിൻ മസീദ്, ഖുർആൻ സൂചിപ്പിച്ച കാര്യമാണ്. യൗമ നഖൂലു ജഹന്നമ ഹൽ തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്, അല്ലാഹു ചോദിക്കും നിറഞ്ഞോ എന്ന് ചോദിക്കും. ഓരോ വിഭാഗത്തെ നരകത്തിലേക്ക് എറിയുമ്പോഴും അല്ലാഹു ചോദിക്കും നിറഞ്ഞോ, മതിയായോ. കാരണം എന്താ, നരകത്തിൽ അല്ലാഹു പണ്ട് കൊടുത്ത വാഗ്ദാനമാണ് നിറച്ചു തരാം, നരകം നിറക്കും സ്വർഗം നിറക്കും, അത് അല്ലാഹു ഏറ്റതാണ്. അപ്പൊ ഈ നരകത്തിലേക്ക് ഓരോ വിഭാഗത്തെ ഇടുമ്പോഴും റബ്ബ് ചോദിക്കും, ഹലിം തലഅതി, നീ നിറഞ്ഞുവോ, ഫതഖൂലു ഹൽ മിൻ മസീദ്, നരകം ചോദിക്കും ഇനി അധികമായി വല്ലതും ഉണ്ടോ, നിറഞ്ഞു എന്നാലും മതിയായിട്ടില്ല, ഇനി വല്ലതും ഉണ്ടോ, അത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ വിഭാഗത്തിലേക്ക് എറിയുന്നു, ചോദിക്കുന്നു, നരകം ഇത് പറയുന്നു. അവസാനം അല്ലാഹു തആല തന്റെ പാദം നരകത്തിൽ വെക്കും. ഹത്താ യളഅ റബ്ബുൽ ഇസ്സതി ഖദമഹു, അല്ലാഹു തന്റെ പാദം നരകത്തിൽ വെക്കും. ഫയൻസവി ബഅ്ലുഹാ ഇലാ ബഅ്ലിൻ, അപ്പോൾ നരകം പരസ്പരം ചുരുണ്ടുകൂടും. എന്നിട്ട് പറയും ഖത്ത് ഖത്ത്, മതി മതി. ഇത് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. മുസ്ലിം ലോകത്ത് ആർക്കും തർക്കമില്ല ഹദീസിന്റെ വിഷയത്തിൽ. ഈ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. പക്ഷെ അശ്അരികൾ ഇത് നിഷേധിക്കുന്നു.
മാതുരീദികൾ നിഷേധിക്കുന്നു, മുഅ്തസിലികൾ നിഷേധിക്കുന്നു, ജഹ്മികൾ നിഷേധിക്കുന്നു, ജബരികൾ നിഷേധിക്കുന്നു. കാരണം എന്താണ്? അള്ളാന്റെ പാദം നരകത്ത് വെക്കേ, അത് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാണ് അത് ചിന്തിക്കണത്? നമ്മളെ പാദം തീ മനസ്സിലാലോചിക്കണത്. നമ്മൾ കാലി തീ ചവിട്ടണ ആലോചിച്ചിട്ട് അള്ളാന്റെ കാലം നരകത്ത് വെക്കേ, അതിപ്പോ എങ്ങനെ പരിപാടി? നമുക്കറിയില്ല. അള്ളാന്റെ പാദം എന്താ നമുക്കറിയോ? ഇല്ല. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തന്റെ ക്ലാസ്സിൽ ഈ ഹദീസ് പറഞ്ഞു. ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോ ഒരാൾ ആകെ കണ്ട് പിന്നെ എതിർത്തുകൊണ്ട് അയാൾ ആകെ ഒന്നിട്ട് വീർത്തു. അതാ ശരിക്കും ഇന്തഫദാനാണ്. ഇന്ന് അയാൾ ആകെ ചൂടാ, എന്താണ് ഈ പറയണത് എന്ന് വെച്ചുകൊണ്ട്. അപ്പൊ അന്നുണ്ട് ഈ ടീം അന്നുണ്ടല്ലോ. ഇബ്നു അബ്ബാസ് ജീവിച്ച പ്രകാരത്തെ കദരികളുണ്ട്, അതേപോലെ ചില തെറ്റായ ചിന്താഗതിക്ക് അന്നുമുണ്ട്. ഫഖാൽ, അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, മാ ഫറഖു ഹൗല, എന്താ പല ബേജാറ്? ഓലെ പേടി എന്താ? യജിദുന റിഖത ഇൻദ മുഹ്കമിഹി വയുഹ്ലികൂന യഹ്ലികൂന ഇൻദ മുതശാബിഹി. അവർക്ക് വ്യക്തതയുള്ളതൊക്കെ ഒരു അംഗീകരിക്കുന്നു, അവർക്ക് അവ്യക്തത ഉണ്ടോ അവിടെ അവർ നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്താ പോലെ ബേജാറ്? ഇത് നബി പറഞ്ഞ ഹദീസല്ലേ? അത് പറഞ്ഞപ്പോ നബിക്ക് ബേജാറില്ല. നബി പറഞ്ഞ കേട്ട സ്വഹാബികളാണ്, സ്വഹാബിയക്ക് ബേജാറില്ല. എന്നിട്ട് അത് പറയുമ്പോ അതൊരു ബേജാറെന്താ? വ്യക്തമായി പറഞ്ഞത് ഖുർആനിലുണ്ടോ അത് സ്വീകരിക്കും. വ്യക്തതക്കുറവുള്ള വല്ലതുമുണ്ടോ അപ്പൊ ഓൽക്കിങ്ങനെ ആകേണ്ട തളച്ചു പൊന്താണ്. എന്താ പോലെ ഒരു പേടി എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ്. അപ്പൊ അന്നുണ്ട് ഈ സ്വഭാവം എന്നർത്ഥം. യുശ്രീറു റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് ഇവിടെ സൂചിപ്പിക്കുന്നു, ഇലാ ഉനാസിൻ, ചില ആളുകളെ, യഹ്ളുറൂന മജ്ലിസഹു, തന്റെ മജ്ലിസിൽ സന്നിഹിതമാകുന്ന, മിൻ ആമത്തിൻ നാസ്, സാധാരണക്കാർ, തന്റെ സദസ്സിൽ വന്നിരിക്കുന്ന സാധാരണക്കാരെ പറ്റി പറഞ്ഞത്, ബിഅൻഹും ഇദാ സമിഉ ശൈഅൻ മിൻ നുസൂസി സിഫാത്ത്, അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളോ ഹദീസുകളോ കേട്ടാൽ, വഹിയമേ മുഹ്കമി, യഥാർത്ഥ അതും മുഹ്കമാണ്, മുതശാബി അല്ല. അല്ലാഹു സിഫാത്ത് മുതശാബി അല്ല. മുഅ്തസിലികൾക്ക് സിഫാത്ത് മുതശാബിയാണ്, അശ്അരികൾക്ക് സിഫാത്ത് മുതശാബിയാണ്. അർറഹ്മാൻ ഇസ്തവ എന്ന് പറഞ്ഞ മുതശാബിയാണെന്നാണ് അശ്അരികൾ പറയാം. മുതശാബി അല്ല, അത് മുഹ്കമാണ്. ഹസല മഅഹും ഫറഖുൻ ഔ ഖൗഫുൻ, അതായത് സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞു മുഹ്കം മുതശാബിഹ്. മുഹ്കം മുതശാബിഹ് എന്ന് പറഞ്ഞാൽ 3 രൂപത്തിൽ ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഉഹ്കിമത്ത് ആയാതുഹു, ഖുർആൻ ആയത്തുകളെല്ലാം മുഹ്കമാകുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ മൊത്തം മുഹ്കമാണ്, സുവ്യക്തമായവ, അതാ മുഹ്കമാത്തുന്നത്, സുവ്യക്തമായവ. ചിലത് മുതശാബിഹാത്താണ്, അത് ഇതേ അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇതേ അർത്ഥത്തിൽ ഉപയോഗിച്ചു. വിശുദ്ധ ഖുർആൻ മൊത്തം എന്താണ്? മുതശാബിഹാത്താണ് എന്ന് പറഞ്ഞു. അഥവാ പരസ്പരം സാദൃശ്യമുള്ളതാണ് അർത്ഥത്തിൽ, പരസ്പരം സാദൃശ്യമുള്ളതാണ് എന്ന അർത്ഥത്തിൽ. എന്നാൽ സൂറത്ത് ആലി ഇംറാനിൽ രണ്ടും രണ്ടാക്കി പറഞ്ഞു. ആലി ഇംറാന്റെ ആദ്യ ഭാഗത്ത് കാണാം ഖുർആൻ 2 ഐറ്റം ആയത്തുകളുണ്ട്. ഒന്ന് മുഹ്കമാത്ത്, ഹുന്ന ഉമ്മുൽ കിതാബ്, വഉഖറു മുതശാബിഹാത്ത്. അതെന്താ മുതശാബിഹാത്ത്? ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല എന്ന് അവിടെ തന്നെ പറഞ്ഞു. അതെന്താന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് മുതശാബിഹ്. അലിഫ് ലാം മീം, എന്താ ഉദ്ദേശം? അല്ലാഹു അഅലം. അലിഫ് ലാം റാ ഹാ മീം കാഫ് ഹാ യാ ഐൻ സ്വാദ് ത്വാ സീം നൂൻ, ഇതൊക്കെയാണ് ആ അർത്ഥത്തിൽ മുതശാബിഹ് എന്ന് പറയുന്നത്, അല്ലാഹ്ക്കല്ലാതെ അറിയാത്തത്. വറാസിഖുന മിനൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, അടിയുറച്ച അറിവുള്ള ആളുകൾ പറയുന്നു ആമന്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, കുല്ലും മിൻ ഇൻദി റബ്ബിനാ, എല്ലാം റബ്ബിൽ നിന്നാകുന്നു. എന്നാലോ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വബ്തിഗാഅ തഅ്വീലിഹി വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്നാണ് പിന്നെ പറഞ്ഞത്. മനസ്സിൽ രോഗമുള്ള ആളുകൾ അവർ ഈ മുതശാബിഹിനെ പിൻപറ്റുന്നു. എന്തിന്? ഇബ്തിഗാഅൽ ഫിത്ന, ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട്, വബ്തിഗാഅ തഅ്വീലിഹി, അതിനെ വ്യാഖ്യാനം അന്വേഷിച്ചുകൊണ്ടും. അതാരാണ്? മനസ്സിൽ രോഗമുള്ള ആളുകൾ. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, എന്താ അലിഫ് ലാം മീം, എന്താ അലിഫ് ലാം റാ, അങ്ങനെ ഖുർആനിൽ ഉണ്ടാവോ? അർത്ഥമില്ലാത്ത വാക്കുണ്ടാവോ? അത് ഉണ്ടാകാൻ പറ്റൂതല്ലോ. അപ്പൊ ഞാൻ എന്താ വ്യാഖ്യാനം? പിന്നെ ഒരു അത് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടുപിടിച്ചു, അലിഫ് തന്നെ അല്ലാഹു,
ലാം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ, മീം എന്ന് പറഞ്ഞാൽ മുഹമ്മദ്. അപ്പൊ അള്ളാഹു ജിബ്രീൽ വഴി മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തതാണ് എന്നതിന്റെ ഷോർട്ടാണ് അലിഫ് ലാം മീം. ഇതൊക്കെ ഓരുണ്ടാക്കി. എന്തിനാ ഉണ്ടാക്കിയത്? ഇതിന് അർത്ഥം അറിയാന്ന് പറഞ്ഞാൽ അത് ഖുർആനിലെ മോശമല്ലേ? അല്ല അർത്ഥം അറിയാത്തത് ഇവിടെ നമുക്ക് ഇറക്കിത്തെന്ന് പറയാൻ പറ്റുന്നല്ലോ. അങ്ങനെ ഇതിലൊക്കെ അർത്ഥം ഉണ്ടാക്കിയവര് അത് മനസ്സിൽ രോഗമുള്ള ആളുകളാണ്. അല്ല ടെസ്റ്റ് ചെയ്താണ്. അല്ല പറഞ്ഞ അംഗീകരിക്കുമെന്ന്. അപ്പൊ അഹ്ലുസുന്നത്തിന്റെ നയം എന്താണ്? പഠിച്ചോ എന്ത് പറഞ്ഞോ ഹക്കാണ്. ചിലത് അർത്ഥം നമുക്ക് അറിയും, ചിലത് നമുക്ക് അറിയുകയില്ല. ഇതാണ് മുത്തശാബിഹ്. അപ്പൊ അശ്അരികളെ സംബന്ധിച്ച് സിഫാത്തുമായി ബന്ധപ്പെട്ട ആയാത്തും ഹദീസൊക്കെ മുത്തശാബിഹാണ്. അപ്പൊ അത് ഒന്നുകിൽ വ്യാഖ്യാനിക്കണം. അപ്പൊ അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ മുത്തശാബിഹാണ്. അപ്പൊ അത് വ്യാഖ്യാനിക്കുക. അപ്പൊ എന്താ വ്യാഖ്യാനിക്കുക? അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും എന്ന് അർത്ഥം വെച്ചാൽ മതി. കാരണം എന്താ? അള്ളാഹ് ഇറങ്ങും എന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടികളെ പോലെ ആയി. വ്യക്തത കുറവ്, സുവ്യക്തമല്ലാത്തത്. ഈ മുത്തശാബിഹ് ആപേക്ഷികമാണ്. മുത്തശാബിഹിന്റെ തരീഫിൽ രണ്ട് തരീഫുണ്ട്. ഒന്ന് അള്ളാഹ്ക്ക് മാത്രം അറിയുന്നത്, ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, അള്ളാഹ്ക്കല്ല അറിയുകയില്ല. മറ്റൊന്ന് അള്ളാഹ്ക്കും അറിയാം, അടിയുറച്ച ഉലമാഇനും അറിയാം. അതെങ്ങനെ? ആയത്തിൽ അവിടെ വഖഫില്ലാത്ത ഖിറാഅത്തുണ്ട്. ആ വാവ് അത്ഫായിക്കൊണ്ട് ഇത് തഅ്ബീൽ അറിയുകയില്ല ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ, വറാസിഖുന മിനൽ ഇൽമി അടിയുറച്ച അറിവുള്ളവർക്കുമല്ലാതെ. അപ്പൊ അർത്ഥം എന്തായി? അള്ളാഹ്ക്കും അറിയാം, അടിയുറച്ച ഇൽമുള്ളവർക്കും അറിയാം എന്നായി തഫ്സീർ. അങ്ങനെ തഫ്സീറുണ്ട്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അന മിനർ റാസിഖീൻ, ഈ പറയപ്പെട്ട റാസിഖീങ്ങളിൽ പെട്ടവനാകുന്നു ഞാൻ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. ശരിയാണ്. കാരണം നബി ഞങ്ങൾ ദുആ ചെയ്തു ഇബ്നു അബ്ബാസിന് വേണ്ടി, ഖുർആന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി പ്രാർത്ഥിച്ചതാണ്. ബഹറുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിജ്ഞാന സാഗരമാണ്. ഇബ്നു അബ്ബാസ് അതിൽ പെട്ടതല്ലെങ്കിൽ പിന്നെ ആരാ വിടുക? ഇബ്നു അബ്ബാസ് റാസിഖ് അല്ലെങ്കിൽ പിന്നെ റാസിഖ് ഇല്ല. അത് ഇബ്നു അബ്ബാസ് അല്ലാഹു കൊടുത്ത നിഅമത്താണ്. അത് നബി ഞങ്ങൾ ദുആന്റെ ഒരു മഹത്വമാണ്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞു, അന മിനർ റാസിഖീൻ, ഞാൻ റാസിഖീനിൽ പെട്ടവരാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തെ റബ്ബ് കൊടുത്ത നിഅമത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞതാണ്, അല്ല പാടൊന്നല്ല. ഒരു സുല്ലമി പറഞ്ഞു ഇബ്നു അബ്ബാസ് കിബറായിരുന്നു. പിന്നെ അത് പറയാൻ പറ്റൂല. അതല്ല, ഇബ്നു അബ്ബാസ് ഹഖൻ, അദ്ദേഹം റാസിഖീനിൽ പെട്ട ആളാണ്. കാരണം ഈ ഉമ്മത്തിലെ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മുഫസ്സിർ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ റഈസ്, നേതാവ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക. ബഹറുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വിജ്ഞാന സാഗരം, അതാണ് ഇബ്നു അബ്ബാസ്. ഉമർ ഖത്താബ് പോലും അംഗീകരിച്ച ആളാണ് ഇബ്നു അബ്ബാസ്. മുതിർന്ന സ്വഹാബിമാരെ കൂട്ടി മുഷാവറ ഉണ്ടാക്കിയപ്പോൾ ആ മുഷാവറയ്ക്ക് 20 വയസ്സ് പ്രായമുള്ള ഇബ്നു അബ്ബാസിന്റെ അന്ന് അദ്ദേഹം സെലക്ട് ചെയ്തു. വലിയ വലിയ സ്വഹാബിമാരെ കൂട്ടി ഉമർ ഖത്താബ് തന്നെ മുഷാവറ ഉണ്ടാക്കി. വലിയ വലിയ എന്തെങ്കിലും വിഷയം ഉണ്ടായാല് കൂടിയാലോചിക്കാൻ വേണ്ടി ഒരു കൂടിയാലോചനാ സമിതി. ആ സമിതിയിൽ 20 വയസ്സ് പ്രായമുള്ള ഇബ്നു അബ്ബാസിന് ഉമർ ഖത്താബ് എടുത്തു. ഉമർ ഖത്താബിന് അറിയാം ഇബ്നു അബ്ബാസ് പ്രായം കൊണ്ട് ചെറുതായിക്കോട്ടെ ഇതിന് യോഗ്യനാണ് എന്നറിയാം. അപ്പൊ ഈ റാസിഹീങ്ങൾക്കും അറിയാം, അള്ളാഹുവിനും അറിയാം എന്നാണ് ഒരു തഫ്സീർ. മറ്റു തഫ്സീർ അള്ളാഹ്ക്ക് മാത്രം അറിയുന്നുള്ളൂ, വേറെ ആർക്കും അറിയില്ല എന്നുമാവാം. അള്ളാഹു അഅലം. അങ്ങനെ വരുമ്പോൾ ഇല്ലല്ലാഹ് എന്നൊരു വഖഫ് ലാസിമാവും. അവിടെ മുസാഫിൽ ചില പതിപ്പില് അവിടെ മീം കാണും. ഇല്ലല്ലാഹ് എന്നിടത്ത് മീം ഉണ്ടാവും. നിർബന്ധമായും വഖഫ് ചെയ്യണം. കാരണം എന്താണ്? വഖഫ് ചെയ്തില്ലെങ്കിൽ അർത്ഥം മാറാൻ സാധ്യതയുണ്ട്. എന്നാകുമ്പോ അള്ളാഹ്ക്കെല്ലാം അറിയുകയില്ല, റാസിഖീങ്ങൾക്കും അല്ലാതെ അറിയുകയില്ല എന്നാവും. ഈ തഅ്വീൽ പ്രകാരം വേണ്ട വഖഫ് വേണ്ട, ഇവർക്കറിയും, റാസിഖീങ്ങൾക്കും അറിയും, അള്ളാഹ്ക്കും അറിയും എന്നാണ് വരിക. അവിടെ നിർത്തൽ നിർബന്ധമാണ്. അത് വേറെ. ഇൽമി യഖൂലൂൻ, അത് വേറെ വിഷയം. അള്ളാഹ്ക്കത് അറിയുകയില്ല. റാസിഖീങ്ങളായ ആളുകൾ യഖൂലൂൻ, അവർ പറയും, കുല്ലും മിൻ ഇൻദി റബ്ബിനാ ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എല്ലാം അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് പറയും അവർ. അപ്പോൾ അള്ളാഹും അറിയും, റാസിഖീങ്ങളും അറിയും. ഓല് പറയുകയും ചെയ്യുമ്പോൾ എന്ത്? ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുകയും ചെയ്യും. രണ്ടും ശരിയാണ്. രണ്ട് തഫ്സീറും ശരിയാണ്, അംഗീകരിക്കപ്പെട്ട തഫ്സീറാണ്. സിഫാത്ത് മുതശാബിഹത്തല്ല, സിഫാത്ത് മുതശാബിഹത്തല്ല. പക്ഷെ അശ്അരികൾ, മുഅ്തസിലികൾ, ജഹ്മികൾ, ജബരികൾ, ജഅദികൾ, സമാനരായ ആളുകൾ, അവർക്കൊക്കെ സിഫാത്തിന്റെ ആയത്ത് ഹദീസൊക്കെ മുതശാബിഹ. അപ്പൊ എളുപ്പമുണ്ട്.
ഇങ്ങനത്തെ എന്ത് വന്നാലും അത് മുത്തശാബിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വ്യാഖ്യാനിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ യദ് മുത്തശാബി, അള്ളാഹിന്റെ വജ്ഹ് മുത്തശാബി, അള്ളാഹ് നുസൂല് മുത്തശാബി, അർറഹ്മാൻ ഇസ്തവ മുത്തശാബി. എളുപ്പമുണ്ട് അല്ലല്ല? അത് അപ്പൊ വ്യാഖ്യാനിക്കണം. അപ്പൊ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം. അപ്പൊ അള്ളാഹു ഇറങ്ങുമെന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് നബി പറഞ്ഞു യൻസിലു റബ്ബുന. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അത് മുത്തശാബിയാണ്. അപ്പൊ ഇനി നമുക്കതിനെ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ എന്താണ്? അള്ളാഹ് റഹ്മത്ത് ഇറങ്ങും എന്ന ഉദ്ദേശമായിരിക്കും. അത് ആലങ്കാരിക അർത്ഥമായി വരും. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. റഹ്മത്ത് ഇറങ്ങും എന്നതിന് അള്ളാഹ് ഇറങ്ങുന്നത് ഉപയോഗിക്കാം. അത് അറബി ശൈലി ഉണ്ട് എന്നാണ്. അതിന് മജാസ് എന്നുള്ള വാദം കൊണ്ടുവരും. ഹഖീഖത്ത് മജാസ്, യഥാർത്ഥ പ്രയോഗവും ആലങ്കാരിക പ്രയോഗവും. അപ്പൊ ആലങ്കാരിക പ്രയോഗം ഇപ്പൊ ഖുർആനിൽ കാണാം. ജിദാറൻ യുരീദു, സൂറത്തുൽ ഗഫ് പറഞ്ഞല്ലോ. മൂസാ നബിയും ഖിദ്ർ നടന്നു പോകുമ്പോൾ ഒരു ചുമര് കണ്ടു. യുരീദു അയ്യൻകല്ല, അത് മറിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഒരു ചോദിക്കും, ചുമര് ഉദ്ദേശിക്കോ? ചുമരിന് ഉദ്ദേശം ഉണ്ടോ? ബുദ്ധിയില്ലല്ലോ. അപ്പൊ ചുമര് ഉദ്ദേശിക്കില്ലല്ലോ. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞു? ഉദ്ദേശിക്കുന്ന ചുമർ. അപ്പൊ അതൊരു ആലങ്കാരിക പ്രയോഗം എന്നതുപോലെയാണ് ഇതും എന്നാണ്. അല്ലല്ല, ഒന്നും ആലങ്കാരികമല്ല. അതിന്റെ രൂപം നമുക്കറിയില്ല. അള്ളാഹ് പറഞ്ഞാൽ ഹക്കൻ, അതങ്ങനെ തന്നെയാണ്. നമ്മളെ വക വ്യാഖ്യാനിക്കാൻ പോണ്ട. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞ ഖുർആനിൽ ആലങ്കാരിക പ്രയോഗമേ ഇല്ല എന്ന്. ഇബ്നു തൈമിയ്യ പറഞ്ഞ ഖുർആനിൽ മജാസനല്ല, ആലങ്കാരിക പ്രയോഗമേ ഇല്ല. കാരണം ഈ ചങ്ങായിമാര് ഒക്കെ ആലങ്കാരികാക്കാണ്. അങ്ങനെ ആലങ്കാരികം തന്നെ ഇല്ല എന്നിട്ട് ആ കവാടം കുട്ടിയടക്കാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ചെയ്തത്. ആയിക്കോട്ടെ, അള്ളാഹ് പറഞ്ഞു പിന്നെ ചുമര് ഉദ്ദേശിക്കുന്നു, പിന്നെ നമ്മള് ഉദ്ദേശിക്കുന്ന പറയാൻ പോണോ? അള്ളാഹ് പറയാ ജിദാറൻ യുരീദു, ഉദ്ദേശിക്കുന്ന ചുമർ. നമ്മൾ പറയാ അങ്ങനെ ഉണ്ടാവില്ല, ചുമർ ഉദ്ദേശിക്കൂല എന്ന് നമ്മള് പറഞ്ഞാൽ അള്ളാഹിനെക്കാളും വല്ല ഇൽമ നമുക്കതല്ലേ വരിക. അപ്പൊ ചുമരിന് ഉദ്ദേശം ഉണ്ടാവും. അത് എങ്ങനെ? അതൊക്കെ ഏതുപോലെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞല്ലോ, ചില കല്ലുകൾ അള്ളാഹിനെ പേടിച്ചിട്ട് താഴോട്ട് വീഴുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ അത് ആലങ്കാരികാക്കുവോ? കല്ലുകളും മരങ്ങളും പള്ളികളും സുജൂദ് ചെയ്യുന്നുണ്ട്, അത് ആലങ്കാരികാക്കുവോ? എന്നപ്പോൾ തന്നെ ഇതും എല്ലാം തസ്ബീഹ് ചെയ്യുന്നു. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാണ് ആകാശഭൂമിയിലെ മുഴുവനും തസ്ബീഹ് ചെയ്യുന്നു. അപ്പൊ നമ്മളെ ബുദ്ധി ആലോചിച്ചിട്ട് എങ്ങനെ ഇപ്പോ കല്ല് തസ്ബീഹ് ചെയ്യുക, എങ്ങനെ പക്ഷി തസ്ബീഹ് ചെയ്യുക, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പോണോ? വേണ്ട. ഇത് പഴയകാലം മുതൽ തന്നെയുള്ള വലിയൊരു ചർച്ചാ വിഷയമാണ്. ആലങ്കാരിക ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം, ഇബ്നു ഉസൈമീൻ, ഇമാം ശംഖീത്തി ഇവരൊക്കെ ഇത് ഇല്ല എന്ന് വാദിച്ചവരാണ്. അല്ലാത്തവരൊക്കെ അത് ഉണ്ടെന്ന് വാദിക്കുകയും, എന്നാൽ ഇവരുടെ ഉദ്ദേശം ശരിയല്ല, ആലങ്കാരിക പ്രയോഗമുണ്ട്, എന്നാൽ ഇവരെ പറഞ്ഞൊന്നും ആലങ്കാരികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടിനും ഇടയിൽ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുകയും ചെയ്തവരാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും. വല്ലാഹു അഅലം. കണ്ടയപ്പായുണ്ട്. രണ്ടിനെയും റിസൾട്ട് ഒന്നാണ്. ഇവര് ആലങ്കാരികമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റിനൊക്കെ ശരിയാർത്ഥം പറഞ്ഞു. മറ്റൊരു പറഞ്ഞാൽ ആലങ്കാരികമുണ്ട്, എന്നാൽ ഈ സിഫാത്തിനൊന്നും ആലങ്കാരികമല്ല. അപ്പൊ എന്തിനാണോ മറ്റൊരു നിഷേധിച്ചത് ആ ലക്ഷ്യം അവരും സംരക്ഷിച്ചു. അതിലൂടെ കടന്നു വരാനുള്ള തെറ്റായ വഴികളെ പ്രതിരോധിച്ചു, എന്നിട്ട് ഇപ്പുറത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, ഇവിടുത്തെ പോയതപ്പോ മുഹ്കം മുതശാബിഹ് ഇതിനെ അവർ നിഷേധിക്കുന്നു. അപ്പൊ ഈ ആളുകളൊക്കെ മുത്തശാബി നിഷേധിച്ചവരാണ്. അപ്പൊ മുത്തശാബി ഏതോ വെച്ചാലും ഓരോ തീരുമാനിക്കാം ഇതൊക്കെ മുത്തശാബിയാണ് എന്ന് നിഷേധിക്കും. അപ്പൊ അവിടെ തന്നെ തെറ്റിനർത്ഥം. ഫഹും അവർ കല്ലദീന ഖാല അല്ലാഹു ഫീഹിം, അല്ലാഹു തആല പറഞ്ഞ ഒരു കൂട്ടരെ പോലെയാകുന്നു. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഉന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅ്വീലിഹി എന്ന് അല്ലാഹു പറഞ്ഞു സൂറത്ത് ആൽ ഇംറാനിൽ. അവരെ പോലെയാകുന്നു ഇവരും. ഫയദഊനൽ മുഹ്കമ, അവർ മുഹ്കമിനെ ഒഴിവാക്കുന്നു. വയത്തബിഉന മുതശാബിഹ, മുതശാബിനെ പിൻപറ്റും. എന്തിന്? ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. മുഹ്കം ഒരു പ്രശ്നമാക്കൂല, അത് വിടും. പകരം മുത്തശാബി എന്ന് ഒരു തീരുമാനിച്ചതിന്റെ പിന്നാലെ കൂടെ അതിങ്ങനെ വസ്വാസാക്കുക, അതെങ്ങനെ, ഇതെങ്ങനെ, മറ്റേ എങ്ങനെ എന്ന് ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുക. യഥാർത്ഥ അവർ കിതാബിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. സിഫത്തുമായി ബന്ധപ്പെട്ട നസ്സുകൾ, പ്രമാണങ്ങൾ മുഹ്കമാണ്, ലാ മിനൽ മുതശാബിഹി, മുതശാബിഹല്ല. അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. യഖറഉഹ അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ അത് കാലാകാലങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. വയതദാറസൂനഹ, അവര് പഠിക്കുന്നു. വയഫ്ഹമൂന മഅനാഹ, അർത്ഥം അവർക്ക് മനസ്സിലാകുന്നു. വലാ യുൻകിറുന മിൻഹാ ശൈആ, ഇവിടെ ഒന്നും നിഷേധിക്കുന്നില്ല.
നബിന്റെ കാലം മുതൽ ഈ ആയത്തൊക്കെ ഓതുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓതുമ്പോൾ റഹ്മാൻ ഇസ്തവ എന്ന് പറയുമ്പോൾ അറബികളായ ഒരിക്കലും അർത്ഥം മനസ്സിലുണ്ടാവുമല്ലോ. അതില്ലാന്നൊരു പറഞ്ഞോ? ഇല്ല. എന്നാ വ്യാഖ്യാനിച്ചുവോ? ഇല്ല. ഖാല വക്കീഉൻ, ഇമാം വക്കീഉ പറഞ്ഞു. ഇമാം ഷാഫിഈ ഉസ്താദാണ് ഇമാം വക്കീഉ, വക്കീഉ ഇബ്നു ജറാഹ്. വക്കീഉ പറഞ്ഞു അദ്റക്നാ അൽ അഅ്മശ വസുഫിയാന യുഹദ്ദിസുന ബിഹാദിൽ ഹദീസ്. വക്കീൽ പറയാണ് അദ്റക്നാ അൽ അഅ്മശ്, നാം അഅ്മശിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വസുഫിയാൻ, സുഫിയാൻ ഇബ്നു ഉയൈനയെ കണ്ടിട്ടുണ്ട്. യുഹദ്ദിസുന ബിഹാദിൽ ഹദീസ്, ഈ ഹദീസുകൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു. യാനി അഹാദീസ് സിഫാത്തി, സിഫത്തുമായി ബന്ധപ്പെട്ട ഹദീസ്. വലാ യുൻകിറുനഹ, അവരാരും അത് നിഷേധിക്കുമായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ കണ്ട ഉസ്താദുമാർ അവരൊക്കെ ഈ ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു, അവരാരും അത് നിഷേധിക്കാൻ പോയിട്ടില്ല എന്ന് ഇമാം വക്കീൽ പറയുന്നു. ഇൻതഹ. ഉദാഹരണം പറഞ്ഞല്ലോ, അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ എൻസിലു പദാൻ നുസൂല്. അപ്പൊ ഇറങ്ങും എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഹദീസ് കാണുകയും ചെയ്തു എൻസു റബ്ബുന, ധാരാളം സ്വഹാബികൾ ഉദ്ധരിച്ച തർക്കമില്ലാത്ത വിധം സ്വീകരിക്കപ്പെട്ടു പോകുന്ന ഹദീസാണിത്. അപ്പൊ അവര് പറഞ്ഞു എൻസു റബ്ബുന പറയാൻ പറ്റൂല, കാരണം അത് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ നബി പറയുകയും ചെയ്തു എൻസു റബ്ബുന. അപ്പൊ എന്താണ് റബ്ബുന എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങുന്നല്ല, അള്ളാഹ് റഹ്മത്ത് ഇറങ്ങും എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞത്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, നിന്റെ റബ്ബ് വരും, വൽ മലക്കു, മലക്കുകളും. അപ്പൊ റബ്ബ് വരും എന്ന് പറയാൻ പറ്റൂല. വജാഅ അംറു റബ്ബിക, റബ്ബിന്റെ കൽപ്പന വരും എന്നാണ് അതിന് വ്യാഖ്യാനം. അർ റഹ്മാൻ അർശിസ്തവ, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു, അത് പറയാൻ പറ്റൂല. അപ്പൊ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തവ എന്നല്ല, ഇസ്തൗല, ആധിപത്യം ചെലുത്തിയിരിക്കുന്നു എന്നർത്ഥം വെക്കണം എന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോന്നും അവർ വ്യാഖ്യാനിക്കും. അള്ളാഹുവിന്റെ യദുല്ല, അപ്പൊ യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നല്ല, കുദ്റത്ത്, അള്ളാഹിന്റെ കുദ്റത്ത് എന്നാണ് അവിടെ ഉദ്ദേശം. ഐന്, അള്ളാഹിന്റെ കണ്ണ് എന്നല്ല, റബ്ബിന്റെ സംരക്ഷണം, അവന്റെ മേൽനോട്ടം എന്നർത്ഥം വെക്കണം. അള്ളാഹിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ പ്രീതി, തൃപ്തി എന്നർത്ഥം വെക്കണം, അല്ലാതെ മുഖം എന്നർത്ഥം വെക്കാൻ പറ്റൂല. ഇങ്ങനെ പ്രത്യക്ഷമായ അർത്ഥങ്ങൾ നിഷേധിക്കുകയും മറ്റു ചില വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇല്ല, തെളിവൊന്നുമില്ല, തെളിവ് പോലെ ബുദ്ധി മാത്രം. ഈ അർത്ഥം വെച്ചാൽ പ്രശ്നമാണ്. അവ പിന്നെ മറ്റേ അർത്ഥം തൽക്കാലം പറയാൻ പറ്റിയ എന്നാൽ കണ്ടുപിടിച്ചിട്ടേക്ക് പറയുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് പോലെ ന്യായം. സിഫത്താണ്, ദാത്തിയായ സിഫത്താണ്. അവയവമില്ലല്ലോ, അള്ളാഹ്ക്ക് അവയവങ്ങളില്ല. അള്ളാഹു തലാക്ക് അവയവമില്ല, അള്ളാഹു തലാക്ക് ജിസ്മില്ല, ശരീരം കൊണ്ട് പറയാൻ പറ്റൂല. അപ്പൊ അള്ളാഹിന്റെ അവയവം എന്ന് പറയാൻ പറ്റൂല. യദ്, വജ്ഹ്, ഐന് ഒക്കെ പറഞ്ഞാലും അത് അവന്റെ സിഫത്താണ്, വിശേഷണമാണ്. അവന്റെ സത്തയുമായി ബന്ധപ്പെട്ട വിശേഷണമാണ്. അള്ളാഹിന്റെ ഫഇലുമായി ബന്ധപ്പെട്ട വിശേഷണം ഉണ്ടാവും, സത്തയുമായി ബന്ധപ്പെട്ട വിശേഷണം ഉണ്ടാവും, ഒക്കെ വരും വിശദമായിട്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അള്ളാഹു ആയാലും നമുക്കറിയില്ല. അത് മാത്രമല്ല, അള്ളാഹു കോപിക്കും, എങ്ങനെ കോപിക്കാം അള്ളാഹു ആയാലും. അള്ളാഹു സന്തോഷിക്കും, എങ്ങനെ? അള്ളാഹ് ശപിക്കും, എങ്ങനെ? ഒന്നും അറിയില്ലല്ലോ, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതും നമുക്കറിയില്ല. അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല, അതുകൊണ്ട് റബ്ബിന്റെ പ്രവർത്തനം നമുക്കറിയില്ല, വിശേഷങ്ങൾ നമുക്കറിയില്ല. വല്ലതും നബിയും അള്ളയും പഠിപ്പിച്ചെന്നോ അംഗീകരിക്കാം. അള്ളാഹു മുസ്ലിം വിശദീകരണം പഠിപ്പിച്ചിട്ടില്ലേ? വേണ്ട. അള്ളാഹു മുസ്ലിം എന്താണോ പറഞ്ഞത് അത് അതേപടി സമ്മതിക്കാം. അതാണ് അഹ്ലുസുന്നയുടെ അസ്ല്. 5 പോയിന്റാണ് അഹ്ലുസുന്നയുടെ ഈ വിഷയത്തിലുള്ള അസ്ലുകൾ. അടുത്ത അധ്യായം അതാണ്. ആ 5 പോയിന്റ് ക്ലിയർ ആയാൽ അഖീദ ക്ലിയറായി. അസ്മാ സിഫാത്തിൽ അഹ്ലുസുന്ന സ്വീകരിച്ച 5 അടിസ്ഥാനങ്ങളുണ്ട്. ആ 5 അടിസ്ഥാനം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു അഖീദ ശരിയാണ്. ബാക്കി 72 കക്ഷികളും ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കും. ഒന്നിൽ 5ഉം തെറ്റിക്കും, ചുരുങ്ങിയ ഒന്നെങ്കിലും തെറ്റിക്കും. അപ്പോഴാണ് ഒരിക്കൽ പഴി പറ്റിയത്. അടുത്ത അധ്യായം അതാണ്. അങ്ങനെ അർത്ഥം കൊടുക്കാം. ഏത്? അതെ, അടുത്ത വ്യാഖ്യാനം പറയും, വ്യാഖ്യാനിക്കുക, തെവീൽ ചെയ്യാന്നൊരു പറയാം, വ്യാഖ്യാനം ചൊപ്പിക്കുക. അങ്ങനെ പ്രത്യേകം ഉണ്ടാവില്ല. അതുപോലെ അഖീദിലെ കിതാബിന്റെ വർക്കൊക്കെ, പക്ഷെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ ആയിരിക്കും. പോലെ പള്ളിയിലെ അഖീദ പഠിപ്പിക്കുന്ന കിതാബാണ് ഷറഹുൽ അഖായിദ്. ഷറഹുൽ അഖായിദ് ഇമാം തഫ്താസാനിയുടെ ഷറഹുൽ അഖായിദ് ആണ്. ഇപ്പം സാധാരണ എല്ലാ മൂലയന്മാരും അഖീദ പഠിക്കാൻ വേണ്ടി ദർസിൽ ഓതുന്ന കിതാബ് ഷറഹുൽ അഖായിദാണ്. ഷറഹുൽ അഖായിദ് നസഫിയ്യ തഫ്താസാനി. അപ്പൊ അതിൽ ഒരു ഓതി പഠിക്കാതാണ്. അതിന് പഠിപ്പിക്കുന്ന അഖീദ എന്താണ്? ഈ പറഞ്ഞ അഖീദയാണ്. അശരി അതുണ്ടാവില്ല.
അത് ഓതന്നെ പറഞ്ഞാലും മുൻഗാമികൾ അത് പറഞ്ഞിട്ടില്ല, എന്നാ പിൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രണ്ടും രണ്ടാക്കാണ്. ഒരു അഖീദയിൽ രണ്ട് റൂട്ട് ഉണ്ടാക്കുവര്. ഒന്ന് ത്വരീഖത്തുൽ സലഫ്, മുൻഗാമികളുടെ മാർഗം. രണ്ട് ത്വരീഖത്തുൽ ഖലഫ്, പിൻഗാമികളുടെ മാർഗം. ഇതവർ പറയും ത്വരീഖത്തുൽ സലഫി അഅ്ലമു വഅഹ്കം വത്വരീഖത്തുൽ ഖലഫി അഹ്വത്ത്. മുൻഗാമികളുടെ മാർഗമാണ് കൂടുതൽ ഇൽമുള്ള മാർഗം, പിൻഗാമികളുടെ മാർഗമാണ് കൂടുതൽ സൂക്ഷ്മതയുള്ള മാർഗം. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന ഏതാണ്? സൂക്ഷ്മതയുള്ള മാർഗമാണ്. അത് വൈരുദ്ധ്യാണ്. കൂടുതൽ ഇൽമുള്ളതല്ലേ കൂടുതൽ സൂക്ഷ്മാവുക? കൂടുതൽ ഇൽമുണ്ടെങ്കിൽ അത് കൂടുതൽ സൂക്ഷ്മമായിരിക്കും. അപ്പൊ അതിനർത്ഥം എന്താണ്? മുൻഗാമികൾക്ക് സൂക്ഷ്മത കുറവായിരുന്നല്ലേ? ഇത് അംഗീകരിച്ച അതിനർത്ഥം മുൻഗാമികൾക്ക് സൂക്ഷ്മത കുറവായിരുന്നു എന്നാണ്. അത് പറയാൻ പറ്റൂല. അപ്പൊ അതാണ് ഓരോ അതിന് ഒരു ഹദ് വെച്ചത്. അപ്പൊ മുൻഗാമി വെച്ചാൽ ശരിയാണ്, ഓൽക്കങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഓതൽ വഴി നമ്മൾ അതല്ല സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിഖിൽ ഷാഫി മദ്ഹബ് സ്വീകരിച്ച ആളുകൾ അഖീദയിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കാത്തത്. ഷാഫി ഇമാം ഇതൊക്കെ ഇങ്ങനെ വ്യക്തമായി പഠിപ്പിച്ചു പോയിട്ടുണ്ട്. അതുപോലെ പറയും ത്വരീഖത്തുൽ സലഫ്, അത് മുൻഗാമികളുടെ മാർഗമാണ്, ഞങ്ങൾ സ്വീകരിക്കുന്നത് പിൽക്കാലക്കാരുടെ മാർഗമാണ്, അതാണ് കുറച്ചും കൂടെ സൂക്ഷ്മത ആണ്. അവിടെയും വിധത്താണ്. ഇപ്പൊ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പല വിഷയം പറയുമ്പോൾ, സിഫാത്തിന് ആയാത്ത് വരുമ്പോൾ ഇബ്നു കസീർ പറയുമ്പോൾ ഇന്നമാ നസ്ലുകു ഫീഹാ മസ്ലക സലഫി സ്വാലിഹ്, നാം ഇതിൽ സ്വീകരിക്കുന്നത് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. അഥവാ ആരാണ്? മാലിക്കിൻ വശാഫിഈ വഅഹ്മദ. ഇമാം മാലിക്കിന്റെ, ഇമാം ഷാഫിയുടെ, ഇമാം അഹ്മദിന്റെ, ഇമാം ലൈസിന്റെ, ഇമാം സുഫ്യാന്റെ, ഇസ്ഹാഖിന്റെ റഹിമഹുമുല്ലാഹ് ഓല മാർഗമാണ് നാം സ്വീകരിക്കുന്നത്. ഇവർക്ക് പറയാൻ കഴിയില്ല, ഇവരെ അഖീദ പറയില്ല. ഇമാം ഷാഫിയുടെ, ഇമാം അഹ്മദിന്റെ അഖീദയാണ് സ്വീകരിക്കുന്നത് പല്ല. ആ അഖീദ പിഴവാണോ അതിന് പറയില്ല. അത് അവര് അങ്ങനെ സ്വീകരിച്ചു പോയി. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്നത് കൂടുതൽ സൂക്ഷ്മമായത് പിൽക്കാലക്കാരുടെ. അപ്പൊ അത് പിൽക്കാല പണ്ഡിതന്മാർ സ്വീകരിക്കും. തഫ്താസാനിയെ പോലെ, സുബിക്കിയെ പോലെ, ഇബ്നു ഹജർ ഹൈതമിയെ പോലെ ഒക്കെയുള്ള പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരൊക്കെ എന്താണ് അഖീദയായിട്ട് ഇവിടെ എഴുതിയും പറഞ്ഞും പോയത്, അവരാണ് സ്വീകരിക്കുക. അപ്പൊ അത് ഈ ഖലഫ് എന്ന് പറഞ്ഞ വഴിക്ക് ആണ് സ്വീകരിക്കുന്നത്. മറ്റതൊക്കെ വ്യാഖ്യാനിക്കണം എന്നവർ അതിന് ന്യായമായി പറഞ്ഞൊപ്പിക്കുകയും ചെയ്യും. ഇതിൽ ഒരു പറഞ്ഞ അസ്ലന വകുല്ലു നസ്സിൻ ഔഹമ തശ്ബീഹ അവ്വിൽഹു ഔ ഫവ്വിൽ വറും തൻസീഹ എന്നാണ് പറഞ്ഞത്. വകുല്ലു നസ്സിൻ ഔഹമ തശ്ബീഹ, തശ്ബീഹിനെ സൂചിപ്പിക്കുന്ന എല്ലാ പ്രമാണങ്ങളും, സൃഷ്ടികളോട് സാദൃശ്യപ്പെടാൻ സാധ്യതയുണ്ട് തോന്നുന്ന ഏതെല്ലാം ആയത്തും ഹദീസുമുണ്ടോ, അവ്വിൽഹു, നീ അത് തഅ്വീൽ ചെയ്തോ, നീ அதை വ്യാഖ്യാനിച്ചോ, ഔ ഫവ്വിൽ, അല്ലെങ്കിൽ അള്ളാഹുലേക്ക് അതിനെ വിട്ടോ. അർത്ഥം പറയാനും പോണ്ട, ഒന്നും പറയാനും പോണ്ട. യദ്ന യദ്, വജ്ഹന വജ്ഹ്, കൈ പറയാൻ പറ്റൂല, മുഖം എന്ന് പറയാൻ പറ്റൂല, അർത്ഥം പോലും പറയാൻ പാടില്ല, റബ്ബിലേക്ക് വിട്ടോ. വറും തൻസീഹ, അള്ളാഹിനെ പരിശുദ്ധമാക്കാൻ നീ ലക്ഷ്യം വെച്ചോ. എന്തിനങ്ങ് ചെയ്യണത്? അള്ളാഹിനെ പരിശുദ്ധരാക്കാൻ. അപ്പൊ യദുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് തുല്യപ്പെടുത്തൽ വന്നു, അപ്പൊ യദുല്ല ഇല്ല. ഐൻ എന്ന് പറഞ്ഞാൽ തുല്യപ്പെടുത്തൽ വന്നു, വജ്ഹ് പറഞ്ഞാൽ തുല്യപ്പെടുത്തൽ വന്നു. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണിത്. ഏതാണ് ഓല അസ്ല് അഖീദയുടെ. അത് പിഴവാൻ പറ്റൂല, അത് ശരിയല്ല. അത് സ്വഹാബത്തിന്റെ മാർഗമല്ല, താബിഈങ്ങളുടെ മാർഗമല്ല, തബഉ താബിഈങ്ങളുടെ മാർഗമല്ല, ഇമാമിങ്ങളുടെ മാർഗവുമല്ല. അത് മുൻഗാമികളെ ഒന്നും വഴിയല്ല, അത് പിൽക്കാലക്കാരുടെ വഴിയാണ്. അത് ഒരു സമ്മതിക്കും, ആ പിൽക്കാലക്കാരുടെ വഴിയാണ് ഞങ്ങൾ സ്വീകരിക്കാന്ന് ഒരു പറയാം. അത് പറ്റൂല, അവിടെയാണ് അവർക്ക് റൂട്ട് മാറിയത്. അർത്ഥം സ്വാഭാവിക വാക്ക് കേൾക്കുമ്പോ നമുക്ക് അർത്ഥം വെക്കുന്ന പ്രശ്നമുള്ളൂ. യദുൻ എന്ന് നമുക്ക് പറയുമ്പോ മലയാളത്തിൽ കൈന് അർത്ഥം വെക്കുക. അറബിയാളോ അവർക്ക് അർത്ഥം വെക്കാൻ ആവശ്യമില്ലല്ലോ, അവർക്ക് യദുന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല എന്താന്നുള്ളത്. അപ്പൊ അത് ആ അർത്ഥം ഇല്ലാതെ പറ്റുമോ? ഇല്ല. അപ്പൊ അർത്ഥമുണ്ട്, കാരണം അത് ലോഹ നമുക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിൽ കാണുന്ന കൈയാണോ? അല്ല. അതാണ് തഫ്വീദ് ചെയ്യല്. കൈഫിയത്ത് അള്ളാഹുവിലേക്ക് വിടുക, എങ്ങനെയെന്ന രൂപം അള്ളാഹുവിലേക്ക് വിടുക. അല്ല ഇതിനർത്ഥം പറയാൻ പറ്റുന്നത് അർത്ഥമല്ല, ആ അർത്ഥം ഉദ്ദേശമല്ല എന്നല്ല. അറബിയിൽ വാക്ക് ഉപയോഗിച്ചെങ്കിൽ, എന്നാൽ അറബിയോട് പറഞ്ഞെങ്കിൽ സ്വാഭാവികം അറബികൾക്ക് കേൾക്കുമ്പോൾ അതിന് അർത്ഥം മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറയോ? ഇല്ല. പക്ഷെ ആ മനസ്സിലേക്ക് ഓടി വരുന്ന സൃഷ്ടികളുടെ വിശേഷണങ്ങൾ അത് അള്ളാഹ്ക്കില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, യോജിച്ച പോലെ. അതാണ് അതിന്റെ ഒരു ബേസ്. പിന്നെ വഇന്നമാ യുൻകിറുഹാ, തീർച്ചയായും നിഷേധിക്കുന്നത് അൽ മുബ്തദിഅതു, ബിദ്അത്തിന്റെ കക്ഷികളാണ്. മിനൽ ജഹ്മിയ്യത്തി വൽ മുഅ്തസിലത്തി വൽ അശാഇറത്തി, ജഹ്മികൾ,
മുഅ്തസിലിയാക്കൾ, അശ്അരികൾ ഇവരൊക്കെ നിഷേധിക്കുന്നത് അല്ലദീന സാറു അലാ മൻഹജി മുശ്രിക്കി ഖുറൈശ്, ഖുറൈശി മുശ്രിക്കീങ്ങളുടെ അതേ മാർഗം സ്വീകരിച്ചവർ. നേരത്തെ പറഞ്ഞല്ലോ റഹ്മാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ, ആ വഴിയാണ് ഇവർ പറയുന്നത്. അല്ലദീന യക്ഫുറൂന ബിർറഹ്മാൻ, റഹ്മാനെ നിഷേധിക്കുന്നവർ. വയുൽഹിദൂന ഫി അസ്മാഇല്ലാ, അല്ലാഹുവിന്റെ നാമങ്ങളിൽ നിഷേധ പ്രവണതകൾ കൊണ്ടുവരുന്നവർ. വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹു തആലക്ക് അസ്മാഉൽ ഹുസ്നയുണ്ട്, ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. ശേഷം ആയത്തിന്റെ ബാക്കി എന്താ? വദറുൽ ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി, അവന്റെ നാമങ്ങളിൽ ഇൽഹാദ് നിഷേധം കൊണ്ടുവരുന്നവരെ നീ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുകൊള്ളും എന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് ഉടനെ പറഞ്ഞു അള്ളാഹുടെ നാമങ്ങളിൽ നിഷേധം വെക്കുന്നവർ അവരെ നീ വിട്ടേക്കുക, അവരെ പഠിച്ചോ നോക്കിക്കോളാം. അപ്പൊ അത് ഒരു ബേസ് ആണ്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹ് സ്ഥിരപ്പെടുത്തി അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട്, ഇല്ലാന്ന് മറ്റോ മറുപടി ഇല്ലാതാവോ? അള്ളാഹിനെ പറ്റി പറയാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. അപ്പൊ ഇനി ഇസ്മില്ല എന്ന് ഒരുത്തം പറഞ്ഞുകൊണ്ട് ഇസ്മില്ലാതാവൂല. വഅമറ, അള്ളാഹ് കൽപ്പിക്കുകയും ചെയ്തു അയ്യുദ്അ ബിഹാ, ആ ഇസ്മുകൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വകൈഫ യുദ്അ ബിമാ ലാ യുസമ്മാ ബിഹി, അള്ളാഹ്ക്ക് പേരായിട്ട് ഇല്ലാത്ത ഒന്നുകൊണ്ട് എങ്ങനെ ദുആ ചെയ്യാം? യാ റഹീം എന്ന് വിളിക്കാൻ പറ്റും ഇങ്ങനത്തെ ആൾക്കാർക്ക്? റഹീം എന്ന് പേരില്ല എന്ന് പറഞ്ഞവന് പിന്നെ യാ റഹീം എന്ന് വിളിക്കാൻ പറ്റോ? യാ റഹ്മാൻ വിളിക്കാൻ പറ്റോ? മാത്രമല്ല വലാ യുഫ്ഹമു മഅനാഹു, അർത്ഥം മനസ്സിലാക്കാത്ത ഒന്ന് വെച്ച് എങ്ങനെ അള്ളാഹിനെ വിളിക്കാം? അള്ളൊരു വാക്ക് ഉപയോഗിച്ചു, ആ വാക്കിന് അർത്ഥം നമ്മൾ പറയാൻ പാടില്ല, എന്നാ പിന്നെ ആ ഇസ്മ വെച്ചത് എങ്ങനെ അള്ളാഹിനെ വിളിക്കാം? കഴിയില്ലല്ലോ. അലാ സഅമി ഹഉലായി, ഇവരുടെ വാദപ്രകാരം. വതബഅദ അല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി, റബ്ബിന്റെ നാമങ്ങൾ നിഷേധിക്കുന്നവരെ അല്ലാഹ് താക്കീത് ചെയ്തു. ഫയംഫൂനഹ അൻഹു ഔ യുഅവ്വിലൂനഹ അൻ മആനിഹ സ്വഹീഹ, നിഷേധിക്കുകയോ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോവുകയോ ചെയ്യലൊക്കെ ഇൽഹാദാണ്. അല്ലാഹുവിന്റെ ഇസ്മിനെ നിഷേധിക്കുക അത് ഇൽഹാദാണ്. ആ ഇസ്മിനെ അല്ലാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥം വെക്കുക അത് ഇൽഹാദാണ്. അവരെ പറ്റി അല്ലാഹ് പറഞ്ഞ ബിഅന്നഹു സയുജ്സീഹിം അലാ അമലിഹിം, അവരെ അമലിൽ അല്ലാഹ് പ്രതിഫലം കൊടുക്കും. ബിൽ ഇഖാബി വൽ അദാബ് എന്നല്ലാഹ് പറഞ്ഞു. കമാ വസഫഹും ബിൽ കുഫർ ഫീ ഖൗലിഹി തആല വഹും യക്ഫുറൂന ബിർറഹ്മാൻ, മുശ്രിക്കുകളെ പറ്റി പറഞ്ഞല്ലോ വഹും യക്ഫുറൂന ബിർറഹ്മാൻ, റഹ്മാനെ അവർ നിഷേധിക്കുന്നു. ഇപ്പൊ കുഫറാണ് പറഞ്ഞത്. ഇവിടെ പ്രതിഫലമുണ്ട് എന്നും പറഞ്ഞ അവർക്ക് ഇവിടെ ചെയ്ത പണിക്ക് അല്ലാഹ് തക്കതായ ശിക്ഷ നൽകിക്കൊള്ളും എന്നർത്ഥം. ഫലിഹാദ, ഇക്കാരണത്താൽ കഫറൽ ജഹ്മിയ്യത, ജഹ്മികളെ കാഫിറായി വിധിച്ചിരിക്കുന്നു. കസീറും മിൻ അഹ്ലിസുന്ന, അഹ്ലുസുന്നയില് മഹാഭൂരിപക്ഷം ആളുകളും ജഹ്മികൾ മുസ്ലിമീങ്ങളല്ല എന്ന വാദക്കാരാണ്. ജഹ്മികൾ അല്ലെങ്കിൽ ജഅദികൾ ഒലക്ക് ഇസ്ലാം എന്ന് പുറത്തു പോയി. കാരണം എന്താണ്? അള്ളാഹുവിന്റെ നാമം പോലും നിശ്ചയിച്ചു, അള്ളാഹ്ക്ക് പേരുകളില്ല, സിഫത്തില്ല, അള്ളാഹ് റഹ്മാൻ അല്ല, റഹീം അല്ല, അലീം അല്ല, സമീ അല്ല, ബസീർ അല്ല, ഖദീർ അല്ല, ഇൽമില്ല, സമഇല്ല, ഹയാത്തില്ല, ഖുദറത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അപ്പോൾ ഒരു മുസ്ലിം അല്ല എന്നാണ് അന്നത്തെ അഹ്ലുസുന്ന പണ്ഡിതന്മാർ തീരുമാനിച്ചു. അവിടെ ജായിദ് ബിൻ ദിർഹമിനെ അന്ന് പരസ്യമായിട്ട് അറക്കുകയാണ് ചെയ്തത്. ജായിദ് ബിൻ ദിർഹമിന്റെ ഷെറ് കൂടിയപ്പോ ബലി പെരുന്നാൾക്ക് അർത്ഥുവനെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ഖലീഫ പറഞ്ഞു എല്ലാവരും തന്റെ മൃഗത്തെ ബലി അറക്കുക, ഞാൻ ജായിദിനെ അറക്കുകയാകുന്നു. അവിടെ വെച്ചൊരു ജായിദ് സിഫാത്തിൽ അത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയി. അഹ്ലുസുന്ന മനഹജും ഇത് പഠിയും. മറ്റൊരധ്യായത്തില് ഈ ജഹ്മികളുടെ അസ്ൽ എന്താണ്, ഓലെ ഈ വ്യതിയാനത്തിന്റെ ബേസ് എന്താണ് എന്നതിന് കിട്ടും. അപ്പൊ രണ്ട് അസ്ലും പഠിക്കാം, അഹ്ലുസുന്ന അസ്ലും പഠിക്കാം, പിഴച്ചുപോയ ആളുകളെ അസ്ലും പഠിക്കാം. അത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ അസ്മാ സിഫാത്തിൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാവില്ല. ആ നിലക്ക് അടുത്ത ക്ലാസ് പ്രധാനമാണ്, പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. റബ്ബ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അതെ അപ്പൊ പറഞ്ഞത് 5ഓളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.